നമുക്ക് ഞാനായിട്ട് പേഴ്സണൽ ബന്ധമാണ് കൂടുതൽ. അദ്ദേഹത്തിന് ഏത് സെറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോകാത്ത ഒരു പ്രാവശ്യമെങ്കിലും പോകാത്ത സെറ്റ് ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ പടം ഉണ്ടാവും. ഡേറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ 2 ഇല്ല. അത് ഞാൻ അന്നും പറഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും കുഞ്ഞച്ചൻ്റെ ഒരു സാധനമായിരിക്കും, അത് ഡിഫറെൻ്റ് ഒരു സാധനം. ഓണം റിലീസ് അനൗൺസ് ചെയ്തു. ആ പടം ഓണത്തിന് വേണമെന്ന് പറഞ്ഞ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും വിളിച്ച് പറഞ്ഞു. ഓണപ്പടം അതായിരുന്നു മോഹൻലാൽ. എല്ലാം ഗ്രീൻ സിഗ്നൽ തന്നിട്ട് പിന്നെ ആ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു അവസ്ഥ ആലോചിക്കണം. സുരേഷ് ഗോപി വെച്ച് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ജോൺ S.G. കെനഡി എന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ സബ്ജക്റ്റാണ്. അത് പ്ലാൻ ചെയ്ത് സുരേഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. മനസ്സിലായില്ലേ? ഒരിക്കലും എൻ്റെ പടങ്ങൾ നല്ല പടം എന്ന് ഞാൻ പറയത്തേ ഇല്ല. ഈ പറഞ്ഞാൽ ഇതൊരു ക്ലാസിക് ഫിലിമാണ് അല്ലെങ്കിൽ ഒരു മഹത്തായ പടം എന്ന് പറയത്തേ ഇല്ല. ഒരു കൊമേഴ്ഷ്യൽ പടം, അതിൽ കൂടുതൽ എൻ്റെ പടത്തിന് ഞാൻ മാർക്കിട്ടിട്ടേ ഇല്ല. നമസ്കാരം. ഡയറക്ടേഴ്സ് കട്ടിൽ ഇന്ന് എനിക്കൊപ്പം പ്രശസ്ത സംവിധായകൻ TS സുരേഷ് ബാബുവാണ്. സാർ, സ്വാഗതം. മെരിലാൻഡിൽ നിന്ന് തുടങ്ങിയ സിനിമാ ജീവിതം ഏകദേശം 5 പതിറ്റാണ്ടിനോട് അടുക്കുകയാണ്. നിത്യഹരിത നായകൻ പ്രേം നസീർ സാർ മുതൽ ഇന്നത്തെ തലമുറയിലെ അഷ്കർ സൗദാൻ വരെ സാറിൻ്റെ ആക്ഷനും കട്ടിലിടയിൽ വന്നു പോയവരാണ്. അപ്പം ഈ ഒരു കാലയളവിൽ ക്യാമറയ്ക്ക് മുന്നിൽ സാറിനെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചൊരു മുഹൂർത്തം ഉണ്ടാവുമല്ലോ, അത് ഏതാണ്? വിസ്മയിപ്പിച്ച മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പടം അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ കാര്യമായിരുന്നു. വളരെ ചെറിയ വയസ്സിൽ 24-25 വയസ്സിലാണ് ഫസ്റ്റ് പടം ഞാൻ ഡയറക്റ്റ് ചെയ്യണത്. പിന്നെ ഒരു നല്ല ഒരു അത്ര ഓവർ സക്സസ് ആകാത്ത ഒരു മീഡിയം ഒരു പോക്ക് കുറച്ച് ആളുണ്ടായി. പിന്നെ കോട്ടയം കുഞ്ഞച്ചൻ ഭയങ്കര ഹിറ്റായി. അത് രണ്ടാമത് എന്നെ സംബന്ധിച്ചോളം ഒരു മുഹൂർത്തമാണ്. പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ DNA റിലീസായി. DNA നല്ല റിപ്പോർട്ടുണ്ട്, പ്രത്യേകിച്ച് ഡയറക്ടർ സൈഡിലും നല്ല റിപ്പോർട്ടുണ്ട്. അതും എനിക്കൊരു ഹാപ്പിയുള്ള മുഹൂർത്തമാണ്. ഒരു ആക്ടർ സാറിനെ വിസ്മയിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ സാറിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു മുഹൂർത്തം, ഒരു ആക്ടർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ട് സാർ പിന്നിലിരിക്കുമ്പോൾ വിസ്മയിപ്പിച്ചൊരു മുഹൂർത്തം ഉണ്ടാവില്ല, അത് ഏതായിരിക്കും? അത് എല്ലാ നടന്മാരും എനിക്ക് ഭയങ്കര എല്ലാ കംഫർട്ടുമാണ്. ഞാൻ അങ്ങനെയുള്ളൊരു ഡീലാണ് അങ്ങോട്ട് ചെയ്യുന്നത്, തിരിച്ച് അങ്ങനൊരു ഡീലാണ് തിരിച്ച് എനിക്ക് ഇഷ്ടവും അങ്ങനെയാണ് എല്ലാവരും തരുന്നതും തിരിച്ച്. അങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന നടന്മാരെ പിന്നെ ഞാൻ അങ്ങനെ സഹകരിക്കാറില്ല ഞാനായിട്ട്. കാരണം എനിക്ക് മനസ്സുകൊണ്ട് എപ്പോഴും കംഫർട്ടായിരിക്കണം. ഞാനൊരിക്കലും ഡയറക്ടർമാരെയല്ല സെറ്റിൽ പെരുമാറുന്നത്. തിരിച്ച് അവരൊരു പ്രോജക്റ്റ് ഒരു സഹോദരനെ പോലെയോ അല്ലെങ്കിൽ ആ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരെയാണ് എനിക്കിഷ്ടം. അത് തന്നെയാണ്, ആ ഒരു ബന്ധങ്ങളാണ് കിടക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എന്നെ ഇഷ്ടം പോലെ അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ നടന്മാരാരും മോശമല്ല, മമ്മൂക്ക അറിയാമല്ലോ. മോഹൻലാൽ, സുരേഷ് ഗോപി, അവരെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ചില സമയങ്ങളിൽ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തി വരുന്നതുണ്ട്. ജഗദീഷ് ശ്രീകുമാർ, പപ്പൂട്ടൻ, മാളച്ചേട്ടൻ, ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ട്. ആദ്യത്തെ സിനിമയിൽ തന്നെ അന്നത്തെ മിന്നും താരങ്ങളായ 3 പേരെ, അപ്പോൾ അതിൽ മോഹൻലാൽ, മമ്മൂട്ടി, ശങ്കർ, ഒരു ത്രയങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം മെറിലാൻഡിൽ നിന്നും ആ ആദ്യത്തെ സിനിമയിലേക്കുള്ള യാത്ര ശരിക്കും എങ്ങനെയായിരുന്നു? മെറിലാൻഡ് ചില എൻ്റെ സിനിമ കുടുംബമാണ്. എൻ്റെ അച്ഛൻ ഡിസ്ട്രിബ്യൂട്ടറാണ്, അദ്ദേഹത്തിന് തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മയുള്ള കാലം തൊട്ട് ഞാൻ പോസ്റ്ററും ലെൻസും കാർബണും ഒക്കെ കണ്ട് വളർന്നവരാണ്. മിക്കവാറും എൻ്റെ ഈ പുസ്തകം പൊതിയുന്നത് തന്നെ ഈ പഴയ വേസ്റ്റ് ഇതുണ്ടാവും, പോസ്റ്റേഴ്സ് ഉണ്ടാവും. റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള പേപ്പർ ആ പോസ്റ്റർ കൊണ്ടാണ് ഞാൻ എൻ്റെ ബുക്ക് തന്നെ പൊതിഞ്ഞത്, എൻ്റെ സഹോദരങ്ങളും പൊതിഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ സിനിമയായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എല്ലാ പടങ്ങളും കാണാൻ പറ്റും. മിക്ക തിയേറ്ററിലും നമുക്ക് തിരുവനന്തപുരമാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെന്ന്. തിരുവനന്തപുരത്ത് എല്ലാ തിയേറ്ററിലും ഞങ്ങൾക്ക് ഫ്രീ ആണ്. അങ്ങനെ ഒരു ബന്ധം ഉണ്ട്. അന്നോട്ടൊരു സിനിമ കാണുമായിരുന്നു. നസീർ സാറിൻ്റെ ഏറ്റവും വലിയ ഒരു ഹീറോ, MGRൻ്റെ ഏറ്റവും വലിയ ഹീറോ. അവരുടെ പടങ്ങൾ 1, 2, 3, 5 ഒക്കെ പ്രാവശ്യം ഞാൻ കാണുമായിരുന്നു. സിനിമയെ ഇഷ്ടമായിരുന്നു. ഒരിക്കലും ഒരു സിനിമാക്കാരനാകുമെന്ന് ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു ആഗ്രഹമേ എനിക്കില്ലായിരുന്നു. ആദ്യത്തെ സിനിമയിലേക്ക്, ഇപ്പം മെറിലാൻഡിൽ നിന്നും ആദ്യത്തെ സിനിമയിലേക്കുള്ളൊരു ദൂരം ഉണ്ടല്ലോ, ആ ഒരു യാത്ര, അതെങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത്? അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അച്ഛൻ്റെ കൂടെ ഒരു ദിവസം അച്ഛൻ മെരിലാൻഡ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അവിടുത്തെ ഒരു വലിയൊരു കുടുംബാംഗന്മാരെയാണ് മെരിലാൻഡിൻ്റെ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഷൂട്ടിംഗ് നടക്കുന്നത് എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. അന്ന് നീതി പീഠം എന്ന് പറഞ്ഞ് ക്രോസ്റോഡ് മണിസാറിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്, ഒരു സെറ്റൊക്കെ ഇട്ട് നടക്കുകയാണ്. അതിൽ ജോഷിയേട്ടനാണ് ഇന്നത്തെ ഹിറ്റ് മേക്കർ. ജോഷിയേട്ടനാണ് അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം. അച്ഛനും ജോഷിയേട്ടനായിട്ടും പരിചയമുണ്ട്. അങ്ങനെ മണിസാറായിട്ടും ഭയങ്കര അടുപ്പമുണ്ട്. അങ്ങനെ ഇവരെ കണ്ട് സംസാരിച്ച് കുറച്ച് നേരം, അന്ന് മൗസാറൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത്, അത് കണ്ടു. അതിനുശേഷം സുബ്രഹ്മണ്യം മുതലാളിയെ കാണാനായിട്ട് എന്നെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി.
അപ്പോൾ അദ്ദേഹം കുറച്ചായിട്ട് സംസാരിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്, നന്നായിട്ട് പഠിക്കുമോ, നന്നായിട്ട് പഠിക്കും എന്നൊക്കെ പറഞ്ഞു. ശരി, നല്ലത്. സിനിമ ആഗ്രഹമുണ്ടോ? ഞാൻ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, കാണും, എല്ലാ സിനിമയും കാണും. ഞാൻ ഷൂട്ടിംഗ് കാര്യങ്ങളായിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങളെപ്പോലുള്ളൊരു വരണം എന്നൊക്കെ പറഞ്ഞ് എന്തോ എന്നോടൊക്കെ അദ്ദേഹം ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോഴും 25 പേര് 30 പേര് പുറത്ത് ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അദ്ദേഹം അങ്ങ് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി 1 മാസം കഴിഞ്ഞു. വീണ്ടും മെരിലാൻഡിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്ത് പോകാം. കാരണം ഒത്തിരി പേര് എന്നെ അഡ്വൈസ് ചെയ്ത് പോകണം, കാരണം ഇങ്ങനൊരു ചാൻസാണ്. കാരണം അപ്പോൾ അത് 16 വയസ്സോ അത്ര കഷ്ടിയുള്ളൂ. അപ്പോൾ ഞാൻ നേരെ മെരിലാൻഡിലേക്ക് ചെന്നു, അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ നാഗവള്ളി ആർ എസ് കുറുപ്പ് സാറ്, അദ്ദേഹമാണ് അവിടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അദ്ദേഹം എൻ്റെ അച്ഛനായിട്ട് ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഠിത്തം കളയരുത്, കാരണം അത് പിന്നെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അപ്പോൾ ഇത് കൂട്ടത്തിൽ പഠിത്തവും നടക്കട്ടെ, ഇവിടെ ജോലിയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്കൊരു സൗകര്യം ഉണ്ടായി തന്നു, പ്രൈവറ്റായിട്ട് പഠിക്കാനായിട്ട് ഡിഗ്രി എടുക്കാനുള്ള ഒരു സെറ്റപ്പ് അദ്ദേഹം ഉണ്ടായി തന്നു. ആ സമയത്ത് ഇവിടെ ശ്രീമുരുകൻ എന്ന പടമാണ് ആദ്യത്തെ ഷൂട്ടിംഗ്. അതിലൊരു പാട്ട് സീനാണ് ആദ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഞാൻ വന്ന് ജോയിൻ ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ ഷൂട്ടിംഗ് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് അന്നാണ്. 8ാമത്തെ അസിസ്റ്റൻ്റായിരുന്നു ഞാൻ. എൻ്റെ മേളിൽ 7 പേരുണ്ടായിരുന്നു. അതാണ് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് കുറേ ഇപ്പോൾ രാഘവേട്ടൻ, ഞാൻ ആദ്യം പരിചയപ്പെടുന്ന എൻ്റെ ഒരു സിനിമാ നടൻ എന്നുള്ളത് ദശാവതാരം രവികുമാർ. അത് ദശാവതാരത്തിലൊക്കെ അഭിനയിച്ച, അതിൽ മുരുകൻ നായകനായിട്ട് അഭിനയിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് സലീം കുമാർ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഞാനായിട്ട് നല്ല അടുപ്പമായി. പിന്നെ പരിചയപ്പെടുന്ന ഒരു നടൻ എന്ന് പറഞ്ഞാൽ രാഘവേട്ടനാണ്. അദ്ദേഹമായിട്ട് നല്ല അടുപ്പമായി. രാഘവേട്ടൻ ഉണ്ട് ആ പടത്തിൽ. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അതിൻ്റെ അടുത്ത പടം അവർ റൗഡി രാജമ്മ പറഞ്ഞ് വർക്ക് ചെയ്തു. പിന്നെ ഹൃദയത്തിൻ്റെ നിറങ്ങൾ. ഇതോടുകൂടി ഹൃദയത്തിൻ്റെ നിറങ്ങളോടുകൂടി ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് മാറി. എന്നെ മുരളിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിനുശേഷം വലിയൊരു പ്രോജക്റ്റ് അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. ചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ട് തമിഴിലൊരു ഒരു ഹിറ്റ് മൂവിയുണ്ട്. അത് മലയാളത്തിൽ എടുക്കാനായിട്ട് ഒരു 2-3 ഡയറക്ടേഴ്സ്, അദ്ദേഹം ശശികുമാർ സാറ്, കൃഷ്ണൻ നായർ സാറൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തതാണ്. അവരെ കൂടെ വച്ചിട്ടൊരു 3-4 യൂണിറ്റായിട്ട് ഒരു വലിയ പ്രോജക്റ്റ്. അത് നസീർ സാറും കമലഹാസനുമായിരുന്നു അന്ന് സുബ്രഹ്മണ്യ വള്ളി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തിന് സുഖമില്ലാതാവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ എസ് കുമാരസ്വാമി, അദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ആ കുടുംബത്തിൽ എല്ലാവർക്കും അന്നും ഇഷ്ടമാണ്, ഇന്നും എന്നെ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ കുമാരസ്വാമി വഴി അവരുടെ കമ്പനിയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിയമിക്കുന്നു. അത് ഏത് ഡയറക്ടർ വന്നാലും ഇപ്പം അതൊന്നും നടക്കില്ല, അന്ന് നടക്കാം. അദ്ദേഹത്തിന് അത്രയും പവർഫുൾ ആണ്. പ്രൊഡ്യൂസർ പറയും ഇദ്ദേഹമാണ് എൻ്റെ അസോസിയേറ്റായിട്ട്, ഏത് ഡയറക്ടർ വന്നാലും ഇദ്ദേഹത്തിന് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യണം. പിന്നെ പ്രൊഡ്യൂസർ പറഞ്ഞാൽ മാറ്റമില്ല, അപ്പോൾ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂട്ടറാണ്. അങ്ങനെ ആദ്യമായിട്ട് അവിടെ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണ് തമ്പി സാർ, ശ്രീമാരൻ തമ്പി സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ഒരു 4 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹവും ഞാനായിട്ട് നല്ല സിങ്കായി. എന്നെ പറഞ്ഞു എൻ്റെ മാക്സിമം പടങ്ങൾ ബാബു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. തമ്പി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അത് തമ്പി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഒത്തിരി അന്ന് ഈ പറഞ്ഞ പോലെ കുമാരസ്വാമി കമ്പനി, അതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ശാസ്ത്ര പ്രൊഡക്ഷൻസ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. അതിൽ വേനലിലൊരു മഴ, പുതിയ വെളിച്ചം, അങ്ങനെ കണ്ടമാനം പടങ്ങൾ, അമ്പലവിളക്ക്, ഇതിൽ ജയൻ ചേട്ടനുണ്ട്, ശ്രീജയൻ, അദ്ദേഹം വന്നു. അദ്ദേഹമായിട്ട് നല്ല അടുപ്പമായി. എന്നെ വലിയ കാര്യമായിരുന്നു. ഈ ഷിഫ്റ്റൊക്കെ ഈ ലൊക്കേഷൻ ഷിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറ് 134 എന്നൊരു കാറുണ്ട്, ഫിയറ്റ് കാർ, എന്നെ കൂടെ കൊണ്ടുപോകും. ആ കാറിൽ ഇന്നിങ്ങനെ യാത്ര ചെയ്ത് അങ്ങനെ പോവും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായി. അവിടെ നിന്ന് എനിക്ക് പിന്നെ ഒരു ഭാഗ്യം കിട്ടിയത് PRS പിള്ള സാറ്, പിന്നെ ഋഷികേശ് മുഖർജി, നടൻ മധു സാറ്, KS ഗോപാലകൃഷ്ണൻ ചേട്ടൻ, പിന്നെ അതുപോലെ തന്നെ ശങ്കർ നായർ സാറ്, അങ്ങനെ കുറേ ഡയറക്ടേഴ്സിനോട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. ഇതിനിടയിൽ എനിക്ക് ഗ്യാപ്പ് കിട്ടിയ സമയങ്ങളിൽ നാഗവള്ളി ആർ എസ് കുറുപ്പ് അദ്ദേഹം ഒരു ഡോക്യുമെൻറ്റേഷൻ ഒരു സിനിമ എടുത്തു. അതിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ഗുണം എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ആ കമ്പനിയിൽ പിന്നെ വരുന്നത് വിശ്വംഭരൻ ചേട്ടനാണ്, PG വിശ്വംഭരൻ. ഇത് ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞ പടം. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഈ പറഞ്ഞ പോലെ അത് വർക്ക് മൂവ് ചെയ്തു. 2ാമത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ എല്ലാ പടവും ബാബു വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം സ്പെഷ്യൽ പെർമിഷൻ കുമാരസ്വാമി മുരളി, ഞാൻ വിളിക്കുന്നത് അങ്ങനെയാണ്, S കുമാർ, അദ്ദേഹത്തിന് എടുത്ത് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, ശാസ്ത്രയുടെ പടങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തു. അങ്ങനെ തന്നെ ഞാൻ 12 പടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു. തമ്പി സാറിൻ്റെ കൂടെ ഏതാണ്ട് ഒരു 7-8 പടത്തിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തു, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഈ ശാസ്ത്ര പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് മുന്നേറ്റം. അതാണ് മമ്മൂക്കയുടെ ആദ്യത്തെ ഹീറോ പടം. ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന പടം അതാണ്. രതീഷ് ചേട്ടനായിരുന്നു അതിൽ മറ്റൊരു ഹീറോ. പിന്നെ ഉള്ളത് ഈ സുമലത, പിന്നെ ഉള്ളത് ജലജ.
മമ്മൂക്കയുടെ ആദ്യത്തെ പടം ഹീറോ പടം അതാണ്. മമ്മൂക്കയുടെ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് ആ പടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ആദ്യമായിട്ട് കൊടുക്കുന്നതും ആ പടത്തിലാണ്. അതിനു മുമ്പ് അന്തിക്കാട് മണി, പിന്നെ ശ്രീനിവാസൻ അവരൊക്കെയാണ് സൗണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാനാണ് ഫുൾ ഡബ്ബിങ് അറ്റൻഡ് ചെയ്തത്. എന്നെയാണ് ഡയറക്ടർ ചുമതലപ്പെടുത്തിയത്. ഞാനാണ് കൂടെ നിന്ന് ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കുറച്ചെടുത്ത് പിന്നെ എടുത്ത് അങ്ങനെയാണ് ഞാനും മമ്മൂക്കായിട്ടുള്ള ബന്ധം കൂടുതൽ ആകുന്നത്. ഷൂട്ടിംഗ് സമയത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡബ്ബിങ് സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പമാകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പോവുക, ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോവുക, ഒരുമിച്ച് സെക്കൻഡ് ഷോയ്ക്ക് പോവുക, സ്കൂട്ടറിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുക. അങ്ങനെയൊക്കെ അന്നോട്ടാണ് അത്രയും ബന്ധം ഞാൻ മമ്മൂക്കയായിട്ട് ഉണ്ടായത്. ആ ഒരു ഡബ്ബിങ് സമയത്തോടുകൂടി ഞാൻ പിന്നെ ഇവിടെ എഡിറ്റിംഗ് സമയത്ത് നല്ല ഇദ്ദേഹത്തിൻ്റെ ക്ലോസപ്പൊക്കെ ഫിലിം കട്ട് ഒക്കെ കുറേ കട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കും. അന്നത്തേത് ഞാൻ എഡിറ്റിങ്ങിൻ്റെ അധികം വരാൻ പറഞ്ഞ് അധികം വന്നു. അങ്ങനെ ഒരു ബന്ധം തുടങ്ങുന്നത് മുന്നേറ്റം തൊട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ വിശ്വംഭരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് എനിക്ക് 2-3 പടം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള. വിശ്വംഭരൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടിയത് അദ്ദേഹത്തിന് എന്നെ ഭയങ്കര ഇഷ്ടവുമാണ് വിശ്വാസവുമാണ്. കാരണം ഞാൻ എല്ലാം ഇങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് നിൽക്കും. കെയർഫുള്ളായിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിസ്റ്റേക്ക് എൻ്റെ നിന്ന് വരത്തില്ല. അത് വരുത്താൻ ഞാൻ ശ്രമിക്കാറില്ല. അത്രയും കെയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് 2 യൂണിറ്റൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് തരും. അദ്ദേഹം ഒരു യൂണിറ്റ് വർക്ക് ചെയ്യും, അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് എനിക്ക് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ തരും. അദ്ദേഹം ഇടയ്ക്ക് സുഖമില്ലാതായി കുറച്ച് ദിവസം എൻ്റെയൊക്കെ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. വേറെ ഒരു ഡയറക്ടറും ചെയ്യത്തില്ല. സുഖമില്ലാതെ ഞാൻ ശരി ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ ഷെഡ്യൂൾ നിർത്തണ്ട, ബാബു ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉയർച്ച ഉണ്ടായ സംഭവങ്ങൾ. കാരണം ഇൻഡിപെൻഡൻ്റ് ഞാൻ ഷൂട്ട് ചെയ്യുന്നു. അതാര്? മധുസാറ്, മമ്മൂക്ക, മോഹൻലാൽ, മുകേഷ്, ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ഷൂട്ട് ചെയ്യണത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. അത് അങ്ങനെയാണ് പെട്ടെന്ന് എനിക്ക് ഡയറക്ടർ ആവാനുള്ള ഒരു ഇതിലേക്ക് വന്നത്. 2-3 കമ്പനികൾ വന്നു, പിന്നെ ഓരോന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അവസാനം റോയൽ അച്ചൻകുഞ്ഞ് സാറ് അദ്ദേഹം എനിക്കൊരു ഓഫർ തന്നു. ഇങ്ങനൊരു പടം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു സബ്ജക്റ്റൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ വിശ്വംഭരൻ ചേട്ടൻ പറഞ്ഞു അന്ന് ഒരു 2 പടം കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പടം തീർത്തു. അടുത്ത പടത്തിന് ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് നേരെ ഡയറക്ടർ ആവണം. അപ്പോൾ എൻ്റെ പടം കുറച്ച് അങ്ങ് തള്ളി വെച്ചു. എൻ്റെ പടം വേണമെങ്കിൽ ജാനുവരി ഫെബ്രുവരിയിൽ തുടങ്ങാമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് എൻ്റെ പടം തള്ളി വെച്ചു, ഷൂട്ടിംഗ് വെച്ചു. ബാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ കൊണ്ട് തന്നു. കാരണം സാറിന് എപ്പോഴും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തീർത്ത് കഴിഞ്ഞാൽ അദ്ദേഹം പോകും. ഞാനിവിടെ ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ തീർത്ത് എല്ലാം പക്കയായിട്ട് അദ്ദേഹം വന്ന് കണ്ടിട്ട് അതിൻ്റെ കറക്ഷൻ പറഞ്ഞിട്ട് അദ്ദേഹം പോകും. ബാക്കി എല്ലാ ജോലിയും ചെയ്യണം ഞാനാണ്. ഇത് ഷൂട്ടിംഗ് എല്ലാം പക്ക ഫസ്റ്റ് കോപ്പി ആകുമ്പോൾ അദ്ദേഹം പുതിയ സ്ക്രിപ്റ്റായിട്ട് വരും. കാരണം വന്നിട്ട് എൻ്റെ ഒരു വായിക്കാൻ തരും. പിന്നെ ഞാൻ ചാർട്ട് ചെയ്യും. ഞാൻ 1.5 വർഷം 1.25 വർഷം വീട്ടിലേ പോയിട്ടില്ല. കാരണം പോകാൻ പറ്റുന്നില്ല, അത്ര തിരക്കായിരുന്നു. കാരണം ഒരു പടം കഴിയുമ്പോൾ ഒരു വർഷം ഞാൻ 12 പടം വർക്ക് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട്. ഒരു വർഷം ഈ സിനിമ ആർട്ടിസ്റ്റുകൾ ഹീറോസ് ഡേറ്റ് കൊടുക്കണ പോലെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. അതിൽ മധുസാറുണ്ട്, നസീർ സാറുണ്ട്, മമ്മൂക്കയുണ്ട്, മോഹൻലാലുണ്ട്, ശങ്കറുണ്ട്. ഒരു വലിയ പ്രോജക്റ്റ് വിജയ മൂവീസിൻ്റെ. അതാണ് വിശ്വംഭരൻ ചേട്ടൻ അടുത്ത ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന പ്രോജക്റ്റ്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കൊന്നും അങ്ങോട്ടൊരു നല്ല തൃപ്തി വന്നില്ല. കാരണം ഞാൻ വിശ്വംഭരൻ ചേട്ടാ ഇതൊന്നും മാത്രമല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇത് പല പടങ്ങളുടെയും വന്നിട്ടുണ്ട്. 1-2 പടങ്ങൾ എസ്പെഷ്യലി ഈ കഥയാണ്. അപ്പോൾ ആ പടം അധികം കാണുകയും സ്റ്റണ്ടായിപ്പോയി. കാരണം ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിങ്ങാണ്. എല്ലാ ആർട്ടിസ്റ്റും റെഡി, ബാക്കി ലൊക്കേഷൻസ് വരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എറണാകുളം ആലുവയായിട്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റപ്പായി തുടങ്ങണം വർക്ക്, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ എല്ലാം ടെൻഷനായി. ഉടനെ പല റൈറ്റേഴ്സിനെയും വിളിച്ച് ചോദിക്കുന്നു, കഥയുണ്ടോ എന്ന് ചോദിക്കുന്നു, വേറൊരു റൈറ്ററെ വിളിക്കുന്നു, അങ്ങനെ ഒരു 2 ദിവസം അങ്ങനെ പോയി. പിന്നെ ഏതാണ്ട് തുടങ്ങാനായിട്ട് 8 ദിവസമേ ഉള്ളൂ. ഭയങ്കര ടെൻഷനായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വം ചേട്ടാ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു നോവലാണത്. കാനം EJയുടെ ഒരു നോവലാണ്. ഞാനത് എടുത്തു വച്ചിട്ടുണ്ട്. ഒരു 60-70ഓളം ലക്കമുണ്ട്. മലയാള മനോരമയിൽ വന്നതാണ്. അത് സൂപ്പർ സബ്ജക്റ്റാണത്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. ഞാൻ വേണമെങ്കിൽ വേറെ സബ്ജക്റ്റ് നോക്കിക്കോളാം. അപ്പോൾ എനിക്ക് സബ്ജക്റ്റൊന്നും വേറെ ഇല്ല. ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആ സാധനം. അതിൻ്റെ വേറൊരു രീതിയിൽ ആ പടം കാണുന്ന പോലെയല്ല, വേറൊരു രീതിയിൽ ഞാനൊരു ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ അത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ എവിടെ ഇരിക്കുന്നു? വീട്ടിലിരിപ്പുണ്ട്. അതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ആര് വരണം? അപ്പോൾ പറഞ്ഞു മോഹൻലാൽ ഈവനിങ് ഫ്ലൈറ്റിൽ വരുന്നുണ്ട്. കാരണം മോഹൻലാലിനെ ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ ലാൽ പറഞ്ഞു ഞാൻ പോയി വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഞങ്ങളുടെ വീട് ഏതാണ്ട് 1 കിലോമീറ്റർ അടുപ്പമാണ്, അത്ര അകൽച്ചയേ ഉള്ളൂ. എൻ്റെ വീടും മോഹൻലാലിൻ്റെ വീടായിട്ട് ഏതാണ്ട് 1 കിലോമീറ്ററേ ഉള്ളൂ. എൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ സൈഡ് കംപ്ലീറ്റ് പൂജപ്പുര എന്ന് പറഞ്ഞത് സിനിമാക്കാരുടെ ഒരു ഏരിയയാണ്. പരമരായൻ സാറ്, ജഗന്നാഥൻ സാറ്, അദ്ദേഹം പൂജപ്പുര രവിച്ചേട്ടൻ, യേശുദാസിൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത്,
ഇപ്പുറത്ത് വേറെ സിനിമാക്കാർ വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വലിയ ഡയറക്ടർ ഇപ്പുറത്ത്, ഇങ്ങനെ ആ ഒരു ഏരിയ മുഴുവൻ സിനിമാക്കാരുടെ ഒരു ഏരിയയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലൊക്കെ സിനിമാക്കാരുടെ ഒരു ഏരിയയാണ്. അങ്ങനെ ലാലിനെ വിളിച്ചപ്പോൾ ലാൽ പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ പോകണോ, എൻ്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ലാലിൻ്റെ വണ്ടി വന്നു, വീട്ടിൽ നിന്ന് ഈ ബുക്ക് കൊടുത്തു. അദ്ദേഹമാണ് ഈ നോവൽ നേരെ ചെന്നൈയിലെത്തിക്കുന്നത്. ചെന്നൈയിൽ എയർപോർട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നു. ഉടനെ അദ്ദേഹം അവരെ ഹാൻഡ് ഓവർ ചെയ്തു. അതാണ് അവിടെ വന്നിട്ട് രാത്രിയോടെ വായന എല്ലാവരും ഇരുന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിശ്വംഭരൻ ചേട്ടന് പറഞ്ഞു ഇത് ഈ പ്രോജക്റ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെയ്ത പടമാണ് തിരക്കിൽ അല്പസമയം. പക്ഷേ കുറച്ചുകൂടി ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ കൂടുതൽ സമയം കിട്ടില്ല. കാരണം പിന്നെ ഉള്ളത് ഷൂട്ടിംഗ് തുടങ്ങാൻ 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യമുള്ളതൊന്ന് പ്ലാൻ ചെയ്ത് 1 ലൈൻ ഇട്ടിട്ട് ഷെരീഫ് ഖാണ് വന്നത്. ഷെരീഫ് ഖാൻ ഒത്തിരി പടങ്ങൾ 1000 രാവുകൾ ഒക്കെ ചെയ്ത അദ്ദേഹമാണ് പിന്നെ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഏൽപ്പിച്ചിരിക്കണം. അപ്പോൾ ഞാൻ കൺസീവ് ചെയ്ത രീതിയിലല്ല, എന്നാലും അത് പെട്ടെന്ന് തുടങ്ങേണ്ടി വന്നു. പടം നന്നായിട്ട് പോയ പടമാണ്. അതാണ് ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്ത അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്ത പടം. തിരക്കിൽ അല്പസമയം നന്നായിട്ട് പോയ ചിത്രമാണ്. മമ്മൂക്ക, മൗസാർ, തിലകൻ ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നൊരു പടമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സബ്ജക്റ്റ് ഇല്ല. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു കോമഡി ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിയൻ്റെ പടം പൂച്ചയ്ക്കൊരു മുക്കുത്തി ഇറങ്ങി തുടങ്ങുന്നു. അപ്പോൾ ഞാനൊരു സാധനമൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഒക്കെ എടുത്തു. അപ്പോൾ ഞാനും പ്രിയനായിട്ട് ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് കിടക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോവുകയും അത്ര ബന്ധമുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ പോയി അത്ര ബന്ധമുണ്ട്. അപ്പോൾ പ്രിയൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു. ഇത് വർക്ക് ചെയ്ത് പിന്നെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രിയന് പൂച്ചയ്ക്കൊരു മുക്കുത്തി വന്നു, നന്നായിട്ട് പോയി. അടുത്ത പടം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വെച്ച് വേണ്ട, അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തേണ്ട. അങ്ങനെ ഒരു കോമഡി സാധനം, ഒരു കഥ റെഡിയാക്കി എടുത്ത് അതാണ് ആദ്യത്തെ പടം ഇതാ ഇന്ന് മുതൽ. അപ്പോഴത്തേക്കും ഞാനിത് ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ഒരു സബ്ജക്റ്റായിട്ട് കോമഡി സാധനമൊക്കെ ആയിട്ട് പറഞ്ഞപ്പോൾ വിശ്വംഭരൻ ചേട്ടൻ പറഞ്ഞു ഇതിന് ഞാനൊരു പേരിട്ട് തരാം, ഇതാ ഇന്ന് മുതൽ. കാരണം ബാബുവിൻ്റെ ഇന്ന് തൊട്ടുള്ള ഒരു റേസ് മീൻസ് ഇന്ന് തൊട്ട് ഡയറക്ടറാവുന്ന ഒരു സ്റ്റാർട്ട്. എന്നിട്ട് എൻ്റെ ഗുരുദാൻ വിശ്വംഭരൻ, ഞാൻ PG വിശ്വംഭരൻ, അദ്ദേഹമാണ് ആദ്യം ഇത് സ്വിച്ച് ഓൺ ചെയ്തത്. ശശികുമാർ സാറാണ് അതിനകത്ത് ക്ലാപ്പ് ചെയ്തത്, ക്ലാപ്പ് അടിച്ചത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഗുരുവും ഗുരുവും ശിഷ്യനും കൂടെ ചേർന്നിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത പടമാണ്. ഫസ്റ്റ് ഷോട്ട് എടുത്തത് ശശികുമാർ സാറ്, സെക്കൻഡ് ഷോട്ട് എടുത്തത് വിശ്വംഭരൻ ചേട്ടൻ, തേർഡ് ഷോട്ട് ഞാൻ. അപ്പോൾ ഗുരുവും ഈ പറഞ്ഞ പോലെ ഗുരുവും ശിഷ്യനും ചേർന്ന് തുടങ്ങിയ പടമാണ് ഇതാ ഇന്ന് മുതൽ. അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റാർട്ട്. കൊമേഴ്ഷ്യലായിട്ട് പടം നല്ല സക്സസ് ആയിരുന്നു. തിയേറ്ററിൽ ഭയങ്കര ബഹളമായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. മമ്മൂക്ക, മോഹൻലാൽ, ശങ്കർ, ബാസി സാറ്, പിന്നെ മാളച്ചേട്ടൻ, പപ്പുച്ചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വലിയ ഇതുണ്ടായിരുന്നു. നസീർ സാർ ഒരു ഷോട്ട് ഗസ്റ്റ്, മൗസാർ ഒരു ഷോട്ട് ഗസ്റ്റ്. മാനേന്ദ്രമേനോൻ ചേട്ടനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു ഷോട്ട് കൊടുത്തയച്ചു. എനിക്കൊരു ഷോട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോട്ട് കൊടുത്തയച്ചു അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ട്. പിന്നെ സീമ, മേനക എല്ലാം വെച്ചിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട്. ആ പടം കൊമേഴ്സ്യലി സക്സസ് ആയിരുന്നു, കുഴപ്പമില്ലാതെ വന്നു. എനിക്ക് ഭയങ്കര ഡയറക്ടർ എന്ന രീതിയിൽ അന്നൊരു ഓടിയ പടത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത്ഭുതമൊന്നും അതിനകത്ത് സംഭവിച്ചില്ല. പടം ഓടി. പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു പ്രോജക്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നസീർ സാർ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നു, കുറച്ചുകൂടെ നല്ലൊരു പടം എന്നുള്ളതായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഷെരീഫ് ഖാൻ ഒരു കഥ പറയുകയും, അങ്ങനെ നസീർ സാർ ഒരു ക്യാരക്ടർ, നെടുമണി വേണിച്ചേട്ടൻ ഒരു ക്യാരക്ടർ, രതീഷ് ചേട്ടൻ, പിന്നെ ശങ്കർ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വരികയും അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ശോഭനയുണ്ട്. അങ്ങനെ സാധനം വർക്കൗട്ട് ചെയ്യും. സാറിനെ പോയി കാണുകയും, സാറും എൻ്റെ അച്ഛനായിട്ട് നല്ല അടുപ്പമാണ്. അങ്ങനെ അദ്ദേഹം അത് കമ്മിറ്റ് ചെയ്യും. അങ്ങനെ നസീർ സാറിനെ വെച്ചിട്ട് ഇവരെല്ലാവരും വെച്ചിട്ട് ചെയ്ത പടമാണ് ഒരു നാൾ ഇന്നൊരു നാൾ. അത് രാജ് വിജയ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൻ അപ്പൻചേട്ടൻ, അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. കുഴപ്പമില്ലാതെ പോയി പടം. കാരണം അതൊരു കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലൈനിലുള്ള ഇടിയൊക്കെ ഉണ്ടെങ്കിലും അതൊരു വേറൊരു രീതിയിലുള്ള ഒരു പടമായിരുന്നു. നഷ്ടമില്ല എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നപ്പോഴും പിന്നെ ഒരു കോമഡി സെറ്റപ്പ് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മണിസാറിന് ആദ്യത്തെ പടത്തിൻ്റെ അന്ന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു അഡ്വാൻസ് തന്നിരുന്നു അരോമ മണിസാർ. അത് ചുനക്കര ചേട്ടൻ ഞാനായിട്ട് നല്ല ബന്ധമാണ്. മണിസാറായിട്ടും വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്, അച്ഛനുമായിട്ടും മണിസാർ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടൊരു അഡ്വാൻസ് എനിക്ക് തന്നിരുന്നു. അപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞു ഒരു കോമഡി സബ്ജക്റ്റ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജഗദീഷ് വന്നിട്ട് ഒരു 2 കഥ വന്ന് പറയണം. അപ്പോൾ മണിസാർ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ഒരു കഥ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഈ 2 കഥയും കെട്ടി 2 കൂടെ ചേർത്ത് ഒരു കഥയാക്കിച്ചു ജഗദീഷിനെ കൊണ്ട്. അങ്ങനെ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതി. അങ്ങനെ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു നെടുമുടി വേണിച്ചേട്ടൻ, ശങ്കർ, മുകേഷ്, ജഗദീഷിൻ്റെ കഥയാണത്. ഈ പറഞ്ഞ മണിയമ്പിള്ള രാജു, മേനക, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെൻ്റ് ഏട്ടൻ, ഇവരെല്ലാവരും കൂടെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ്. അതാണ് പൊന്നുകുടത്തിന് പൊട്ട്. എനിക്ക് തോന്നുന്നു ഒരു 15 ദിവസത്തിന് താഴെ അത്രേ എടുത്തുള്ളൂ ഷൂട്ട്. 15 ദിവസം കൊണ്ട് ആ പടം ഷൂട്ട് ചെയ്തു. കുഴപ്പമില്ല. അന്ന് ഓർവയിലാണ് ഷൂട്ട്. ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഇത് ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തു. അത് രണ്ടാമത്തെ സിനിമ തന്നെ നസീർ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി. അതും എനിക്ക് തോന്നുന്നു ഇന്നത്തെ സീനിയേഴ്സിന് പലർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് നസീർ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
വലിയൊരു ഭാഗ്യമാണല്ലോ. അപ്പം സാറിന് നസീർ സാറിൻ്റെ കൂടെയുള്ള കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ? ഒത്തിരിയുണ്ട്. സാറിനോട് ഞാൻ ചാർട്ട് ചെയ്തിട്ട്, ഞാൻ ഈ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചാർട്ടിങ്ങിൻ്റെ പരിപാടി എനിക്കാണ്, ഞാൻ പക്കായിട്ട് ചാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാറിന് ഏതാണ്ട് ഒരു 15 ദിവസം വർക്ക് വരും. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഒരു 15-16 ദിവസത്തെ വർക്ക് വരും. അപ്പോൾ അതുപോലെ സുരേഷ് ഒരു കാര്യം ചെയ്യും, 22 ഡേയ്സ് വച്ചോളൂ, അതിനെനിക്ക് ബ്രേക്ക് ചെയ്ത് തരണം. ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം ഞാൻ ചെന്നൈക്ക് പോകും, പോയിട്ട് ഞാൻ തിരിച്ചു വന്ന് ജോയിൻ ചെയ്തോളാം. സുരേഷ് 22 ദിവസം വേണമെങ്കിൽ പ്ലാൻ ചെയ്തോളൂ. ഞാൻ ചോദിച്ചത് 15 ദിവസം. പക്ഷേ സാറിന് വെച്ചാൽ ഭീകരമായിട്ടുള്ള, എന്ന് വെച്ചാൽ സാർ കുട്ടികൾ മാതിരിയാണ്. സാർ ഇത്രയും വലിയ നടനാണ്, ഇത്രയും വലിയ ഹീറോ ആണ്, ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ്. ഒരു സീൻ പറഞ്ഞാൽ എന്ത് വേണം അത് സാർ കുറച്ച് ഇങ്ങോട്ട് തന്നെ, അപ്പോൾ പുള്ളി തിരിഞ്ഞേക്കും. അങ്ങനെ ആ രീതിയിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണ പോലെ ഒരു ശല്യമോ പരാതിയോ ഒന്നുമില്ല, ഒരു ശല്യമോ ഇതൊന്നുമില്ല. സാർ എനിക്ക് വേണ്ടിയിട്ട് വേറൊരു പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞ് ആ പ്രൊഡ്യൂസർ എന്നെ കാണാൻ വന്നിരുന്നു ഈ ലൊക്കേഷനിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ട് അടുത്തൊരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും രസം ഇതിൻ്റെ തുടക്ക സമയത്ത് എൻ്റെ ഷൂട്ട് തുടങ്ങി, ഞാൻ പറഞ്ഞു 4-5 ദിവസം കഴിഞ്ഞ് സാറിനെ വരുത്തിയാൽ മതി. ആ രീതിയിൽ ചാർട്ട് ചെയ്തു. കാരണം ഒന്ന് സെറ്റായിട്ട് സാറിനെ വരുത്താം, കാരണം എനിക്ക് സാറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കൊരു എത്ര മണിക്ക് എത്തണം, കറക്റ്റ് ടൈം പറഞ്ഞാൽ അത് പറഞ്ഞു, സാർ ഒരു 10 മണിക്ക് ഇങ്ങനെ വേണം, വിത്ത് മേക്കപ്പോ വിത്തൗട്ട് മേക്കപ്പോ അത് ചോദിക്കും. എനിക്കൊരു 1/2 hour മേക്കപ്പിൻ്റെ വേണം. അപ്പോൾ അങ്ങനെ താടിയൊക്കെ വെച്ചൊരു മുസ്ലിം ക്യാരക്ടറാണത്. ഞാൻ സാർ എനിക്ക് 10 മണിക്ക് എനിക്ക് വിത്തൗട്ട് മേക്കപ്പ് വന്നാൽ മതി, 10:30 എനിക്ക് ഷോട്ട് എടുക്കുള്ളൂ, 10:30 ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ മേളിൽ ഒരു കുന്നിൻ്റെ മേളിലാണ് ഷൂട്ടിങ്, അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ താഴെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, പ്രൊഡക്ഷൻ മാനേജർ, മേക്കപ്പ് മാനോട് പറഞ്ഞു, സാറ് വന്ന ഉടനെ എന്നെ ഒന്ന് വിളിച്ച് പറയണം, ഞാൻ മേളിൽ നിന്നിട്ട് സാറിനെ വിഷ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് ഷൂട്ടിംഗ് തുടങ്ങാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഇവരെ 3 പേരെയും താഴെ നിർത്തിയിട്ട് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണുചേട്ടനുണ്ട്, നെടുമണി വേണുചേട്ടനുണ്ട്, ജയപ്രഭ എന്ന് പറഞ്ഞിട്ട് തമിഴിലെ ആർട്ടിസ്റ്റുണ്ട്, ശോഭനയുണ്ട്. ഞാൻ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് ഒരു വിളി. തിരിഞ്ഞ് നോക്കുമ്പോൾ സാർ ആ കുന്നിൻ്റെ മുകളിൽ കയറി വന്നിരിക്കുകയാണ്, മലയുടെ മുകളിൽ. ഞാൻ പറഞ്ഞു, സാർ ഞാൻ താഴെ ആളെ നിർത്തിയിരിക്കുന്നു. നോക്കി ഒരു 3 പേര് സാറിൻ്റെ പുറകിലുണ്ട്. സാറ് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അത് മര്യാദയല്ല, കാരണം ഒരു ഡയറക്ടർ ഉള്ളപ്പോൾ ഡയറക്ടറെ വന്ന് കണ്ട് ഗുഡ് മോർണിംഗ് പറയേണ്ടത്, എന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്നതാണ് ഒരു മര്യാദ. അല്ലാതെ ഡയറക്ടർ വന്ന് എൻ്റെ വന്നൊരു ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് വന്ന് പറയേണ്ടതല്ല. ഇതാണ് എൻ്റെ ഒരു രീതി, അതാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ സാറ് ഇല്ല ഒന്നും പറയണ്ട, ഇതാണ് എൻ്റെ രീതി, ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഷേക്ക് ഹാൻഡ് വന്നു, ഞാൻ മേക്കപ്പ് ചെയ്യോട്ടോ സ്റ്റാർട്ട് ചെയ്തോട്ടോ. അപ്പോൾ ഞാൻ സാറ് വല്ലതും കഴിച്ചു, അത് കഴിച്ചിട്ടാണ് വന്നത്. കാരണം പുള്ളി ലൈറ്റ് ഫുഡും കൺട്രോൾഡ് ഫുഡാണ്. ശരി സാറിന് ഞാൻ മല ഇറങ്ങി താഴെ വന്ന്, പുള്ളി സമ്മതിച്ചില്ല, എന്നാലും ഞാൻ കൂടെ ഇറങ്ങി താഴെ വന്ന് മേക്കപ്പ് റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ തിരിച്ചു പോയി. ഇതാണ് നസീർ സാർ. ഇതിൽ കൂടുതൽ അദ്ദേഹത്തിനെ പറ്റി ഞാൻ ഒന്നും പറയണ്ടല്ലോ. അതാണ് നിറഞ്ഞ മനുഷ്യൻ, നിറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറം ഏത് രീതിയിലും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും, ഇങ്ങനെ പുള്ളിയുടെ മുഖത്ത് തന്നെ. കാരണം അത്ര ചൈതന്യം, അത്ര പെരുമാറ്റം. ഇൻ്റർവ്യൂ ബ്രേക്ക് നമുക്കൊരു സാധനം പറയാനൊരു പേടിയാണ്, അതൊരു പ്രശ്നമില്ല. അത് എങ്ങനെ വേണം, ഓക്കെ ആണോ, 1 more വേണോ എന്ന് ചോദിക്കും. സാറാണ് ചോദിക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ അത് പറഞ്ഞു. 1 more വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറയും. ഇല്ല സാർ ഓക്കെയാണ്, ഓക്കെ. ഈ നിറവല്ലേ, നിറകുടമല്ലേ, മലയാളത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ. അതിൽ ഒരു അറിയില്ല. സാറിനെ കുറിച്ച് ഒരു പടം ചെയ്യാൻ എനിക്കൊരു കുറേ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ നസീർ സാറിനെ വെച്ച് ചെയ്യാൻ പറ്റി, നസീർ സാറിൻ്റെ മകൻ ഷാനവാസിനെ വെച്ച് ചെയ്യാൻ പറ്റി, നസീർ സാറിൻ്റെ ഷാനവാസിൻ്റെ മകനെ വെച്ച് ചെയ്യാൻ പറ്റി. ഇനി ആർക്കും ആ ഭാഗ്യം കിട്ടത്തില്ല. പിന്നെ ഉള്ളത് മമ്മൂക്ക, പിന്നെ പറഞ്ഞ ഇബ്രാഹിം കുട്ടി, അദ്ദേഹത്തിൻ്റെ അനിയൻ സക്കരിയ, ഇതാണ്ട് ഇപ്പോൾ അസ്കർ സൗദാൻ, ഒരു 4 പേരായി. ചിലപ്പോൾ ദുൽഖറിനെ വെച്ച് ഒരു പടം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. അത് ഡിപ്പെൻസ്. കാരണം ഇതൊരു ഭാഗ്യമല്ലേ എനിക്ക്, മനസ്സിലായില്ല. അതുപോലെ തന്നെ രതീഷ് ഏട്ടൻ്റെ മകൻ, ഇപ്പോൾ പിന്നെ പപ്പൻ എന്ന് വെച്ചാൽ പത്മരാജൻ എന്ന് അദ്ദേഹം വിളിക്കണം. അവരെ വെച്ച് 2 പേരെ വെച്ച് ഞാൻ പടം ചെയ്തു. അത് തിക്രുശേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, തിക്രുശേട്ടനെ വെച്ച് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. മധു സാറ്, സോമേട്ടൻ, സുഖുവേട്ടൻ, പിന്നെ മമ്മൂക്ക, മോഹൻലാൽ, ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള മുകേഷ്, ജഗദീഷ്, ബാബു ആന്റി തുടങ്ങി ഇപ്പോൾ അസ്കർ സൗദാനിൽ വരെ ഞാൻ എത്തി നിൽക്കുന്നു. ജയറാം, സുരേഷ് ഗോപി, എൻ്റെ പടത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാർ എൻ്റെ പടത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് തമിഴ് സിനിമയിലെ നായികമാർ, വലിയ വലിയ നായികമാർ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലെ പല താരങ്ങളും എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തിക്രുശേട്ടൻ ആലോചന SP ആശാനായിട്ട് ഞാൻ വർക്ക് ചെയ്തു, അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ. കൊട്ടാരക്കര ശ്രീധരൻ സാറായിട്ട് വർക്ക് ചെയ്തു. ഒരു കണക്കിന് സത്യം മാസ്റ്ററായിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാം. കാരണം ഞാനും സുരേഷ് ഗോപി അങ്ങനെ ഒരു ബന്ധമുണ്ട്. എൻ്റെ അമ്മ കുറേ നാൾ സുരേഷ് ഗോപിയെ വളർത്തിയതാണ്, അങ്ങനൊരു ബന്ധം കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഓടയിൽ നിന്ന്. അതിൽ സത്യം മാസ്റ്ററായിരുന്നു ഹീറോ, നസീർ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ സത്യൻ മാസ്റ്ററുമായിട്ടും കണക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. കാരണം മധുസാറിനെ പോലെ മധുസാറിനെ എനിക്ക് എന്തൊരു പെറ്റാണ്. ഞാൻ ഒരാഴ്ചക്കകത്ത് സാറിനെ ഒരാഴ്ചയ്ക്ക് എങ്കിലും എടുത്ത് സാറിനെ വിളിച്ചാൽ സാറ് ഭയങ്കര വയലൻ്റ് ആവും. എന്ത് വിളിക്കാത്തതെന്ന് അത്ര ഇഷ്ടമാണ് മധുസാറിനൊക്കെ. സുഖോട്ടൻ എൻ്റെ അത്രയും പെറ്റായിരുന്നു. ചുവട്ടി ഞാനായിട്ട് ഭീകര അടുപ്പമായിരുന്നു. എൻ്റെ കോട്ടയം കൊച്ചിൽ തുടങ്ങിയ ബന്ധം കൂടിക്കാഴ്ച തുടങ്ങി അദ്ദേഹം സുഖേട്ടൻ അവസാനം അഭിനയിച്ച പടം എൻ്റെ പടമാണ് ശിബിരം. എൻ്റെ പടം കഴിഞ്ഞ് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ബന്ധം കിടപ്പുണ്ട്. വലിയ ചേച്ചിയായിട്ട് കാരണം അവർ എൻ്റെ ഒരു കുടുംബാംഗന്മാരെയാണ്. കാരണം സുഖേട്ടൻ വരുമ്പോൾ ഞാൻ പറയും വലിയ ചേച്ചിയോട് കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ ഇവർ ഒരുമിച്ചാണ് പറഞ്ഞത്. അവർക്കൊക്കെ എൻ്റെ ഈ വലിയ ചേച്ചിക്കൊക്കെ എന്നെ അവരുടെ ഒരു അനിയനെ പോലെയാണ് ഞാൻ. അത്രയും ബന്ധമാണ്. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്താണ് ഞാൻ വലിയ ചേച്ചിയെ കാണുന്നത്. അത്രയും ബന്ധമുണ്ട്. അല്ല ജഗദീശ്വരിമാർ, പപ്പുവേട്ടൻ, മാളച്ചേട്ടൻ, പ്രതാപേന്ദ്രൻ ചേട്ടൻ, ക്യാപ്റ്റൻ രാജു, കീരിക്കാടൻ, മനസ്സിലായി. ഇതൊക്കെ ഒരു സിനിമാ ബന്ധമല്ല. ബാബു ആൻ്റണി, അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളാണ്. കാരണം ഇതിനകത്തൊരു സിനിമ വേർതിരിച്ചൊന്നും മാളച്ചേട്ടനൊക്കെ മിക്ക ദിവസം എന്നെ വിളിക്കും. ക്യാപ്റ്റൻ രായിച്ചാൻ മിക്ക ദിവസം എന്നെ വിളിക്കും. ജഗദീഷ്, ബാബു ആന്റണി, മമ്മൂക്ക ഒന്നും സിനിമയായിട്ടുള്ള ബന്ധമല്ല. ഞങ്ങൾ ഫോൺ ചെയ്താലോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട സിനിമയുടെ കാര്യമേ സംസാരിക്കണം 1 മിനിറ്റോ 2 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ. ബാക്കിയുള്ള കുടുംബകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാം. മൗസാറായിട്ട് എപ്പോഴും ബന്ധമുണ്ട്. മൗസാർ 2 ദിവസം 3 ദിവസം കൂടെ ഞാൻ വിളിച്ചിരിക്കും. ട്രിവാൻഡ്രത്തുള്ളപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ട് അങ്ങനെ അത്രയും ബന്ധം മൗസാറായിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഒരു സിനിമാ ബന്ധം പിന്നെയുള്ളതാണ്. പിന്നെ മമ്മൂക്ക ഞാനായിട്ട് പേഴ്സണൽ ബന്ധമാണ് കൂടുതൽ. അദ്ദേഹത്തിന് ഏത് സെറ്റുണ്ട് അദ്ദേഹത്തിൻ്റെ സെറ്റിൽ പോകാത്ത ഒരു പ്രാവശ്യമെങ്കിലും പോകാത്ത സെറ്റ് ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പടം ഉണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ ഡേറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല, മനസ്സിലായി. വെറുതെ ഒരു വിസിറ്റ് ഒരു മണിക്കൂർ ചിലപ്പോൾ പിടിച്ചിരുത്തും. കാരണം ടെൻഷൻ അതുപോലെ ഇരിക്കും. എൻ്റെ മോക്ക് പേരിട്ടത് വരെ മമ്മൂക്കയാണ്, പാർവതി എന്ന്. അപ്പോൾ അവളുടെ ബന്ധം ഓർക്കണം. അത് ജഗദീഷ് ഞാനായിട്ട് ഭയങ്കര അടുപ്പാണ്. ബാബു ആന്റണി 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കും. അതുപോലെ കുറച്ച് സ്നേഹമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഒരു സിനിമയുടെ കാര്യമേ പറയാറില്ല. അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. സുകുമാരൻ സാറായിട്ട് വലിയൊരു ബന്ധമായിരുന്നല്ലോ. അപ്പം സാറിന്റെ 2 മക്കളൊപ്പം സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പൃഥ്വിരാജാണ് ഡയറക്ടറും കൂടെയാണ്. അവരൊക്കെ ആയിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? അവർക്ക് ഭയങ്കര കാര്യമാണ് എന്നോട്. ചേട്ടാന്ന് വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ്, അതുപോലെ തന്നെ ഇന്ദ്രൻ, ഇവർ 2 ചെറിയ വയസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അറിയാമല്ലോ. അങ്ങനെ ഇവർ ബന്ധം നാച്ചുറലി അത് വരും. എന്നോട് വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഈ ദുൽഖറിന് ചിലർക്ക് ട്രിവാൻഡ്രത്ത് വരണം. നമുക്ക് ട്രിവാൻഡ്രത്ത് ഇടയ്ക്ക് ബാബി മിസ്സിസും ഈ പറഞ്ഞ പോലെ പിന്നെ ദുൽഖറും വരുമ്പോൾ ദുൽഖറിനെ ഞാൻ വിളിച്ചുകൊണ്ട് പോകും. കാസറ്റ് എടുക്കാനും കാസറ്റ് വാങ്ങിക്കാനും കാര്യങ്ങളും. കോമഡി പടം വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പല വെള്ളയമ്പലം അല്ലെങ്കിൽ ഭീമാപ്പള്ളിയിലുമൊക്കെ കാസറ്റ് വാങ്ങിക്കും. തിരിച്ച് ഞാൻ കൊണ്ടാക്കി കൊടുക്കും. ദുൽഖറായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അത്രയുണ്ട്. പിന്നെ ഏറ്റവും രസം വെച്ചാൽ മമ്മൂക്കയുടെ വൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. കോട്ടയം കൊച്ചിൻ്റെ സ്ക്രിപ്റ്റ് തീർത്തിട്ട് ഞാനന്ന് മമ്മൂക്കയെ വിളിച്ചപ്പോൾ മമ്മൂക്ക ബോംബെയിലാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ മമ്മൂക്ക സ്ക്രിപ്റ്റ് തീർന്നിട്ടുണ്ട്. എന്നെ പറഞ്ഞു വീട്ടിൽ കൊടുത്തേക്ക് ബാബു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് വാങ്ങിക്കുന്നത് ബാബിയാണ്, ഞാൻ മമ്മൂക്കയുടെ വൈഫാണ്. ഞാൻ വാങ്ങിച്ചു വെച്ചു. ശരി, ഞാൻ ഇച്ചാക്ക 2 ദിവസം കഴിഞ്ഞ് വരും, ഞാൻ കൊടുത്തേക്കാം, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് ഫോൺ വരികയാണ് ബാബിയുടെ. സുരേഷേ, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കേട്ടോ, മനോഹരം, സൂപ്പറായിട്ടുണ്ട്, ഇതെന്തായാലും ഇച്ചാക്ക ചെയ്യും, ഇത് ഭയങ്കര ഹിറ്റായിരിക്കും, സുരേഷിന് ബ്രേക്ക് ആയിരിക്കും പടം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോൾ ഡെന്നിസ് ജോസഫ് എന്നെ വിളിക്കണം. ഇങ്ങനെ മമ്മൂക്കയുടെ വൈഫ് വിളിച്ചിരുന്നു, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതൊരു ആദ്യമായിട്ട് മമ്മൂക്കയേക്കാൾ മുമ്പ് ഈ കോട്ടയം ഉച്ചൻ്റെ സ്ക്രിപ്റ്റ് വായിക്കണം മമ്മൂക്കയുടെ മിസ്സിസാണ്. അവർ സാറൊന്നും വായിക്കുകയൊന്നുമില്ല, അവർ സിനിമാക്കാരിയേ അല്ല, സിനിമയായിട്ടുള്ള ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് കിട്ടിയപ്പോൾ ഒരു കൗതുകം. ഞാൻ പറഞ്ഞു, അത് ചില നിമിത്തങ്ങളാണ്. അതാണ് സാറിനൊരു ബ്രേക്ക് ലഭിക്കുന്നത് ശരിക്കും 5ാമത്തെ സിനിമയിലൂടെയാണ്. അതെ, ശരിക്കും എന്താ യഥാർത്ഥ ദിവസം എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1990 മാർച്ച് 15-നാണ് ആ ഭാഗ്യം പറഞ്ഞിരുന്നത്. കോട്ടയം കുഞ്ഞച്ചനെ പറ്റിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പം കോട്ടയം കുഞ്ഞച്ച സാറിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കോട്ടശ്ശേരി അതിനു മുമ്പ് ഞാൻ ചെയ്തത് ശംഖുനാഥം എന്ന പടമാണ്. ശംഖുനാഥം അത് മമ്മൂക്ക, രതീഷ് ചേട്ടൻ, സുരേഷ് ഗോപി, നെടുമുടി വേണിച്ചേട്ടൻ, നളിനി, വലിയ സ്റ്റാർക്കാസ്, ഇന്നസെൻ്റ് ഏട്ടൻ, പപ്പുവേട്ടൻ, മാളച്ചേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയ ഒരു വലിയ ആർട്ടിസ്റ്റ് ഗ്യാങ് അതിനകത്തുണ്ട്. അതും ആവറേജ് ആയിപ്പോയി. ആവറേജ് മീൻസ് അത് കുറച്ച് റിലീസ് ചെയ്യാൻ താമസം, ഷെഡ്യൂൾ ബ്രേക്ക് വന്നു, പ്രോപ്പർ റിലീസിങ് വരുന്ന. പക്ഷെ പടം ചാടി വന്നു. പക്ഷെ അതൊരു അങ്ങനെ എനിക്ക് എടുത്തു പറയത്തക്ക ഒരു പടമായിരുന്നില്ല. ഒരു നല്ല ബ്രേക്ക് വീണു. അപ്പോൾ പറഞ്ഞാൽ അപ്പോൾ സുരേഷ് ബാബു എന്നുള്ളത് 100-ൽ 40 മാർക്കുള്ള ഒരു ഡയറക്ടറായി. മനസ്സിലായി. 35 മോഡറേഷൻ കൊടുത്താൽ 40 ആ രീതി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വലിയൊരു പ്രൊഡ്യൂസർ സെറ്റപ്പ് കൊണ്ട് പിന്നെ ഒരു പടം എൻ്റെ കൊണ്ട് തരേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഈ പടത്തിൽ എൻ്റെ പടത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന നസീർ സാറ്, മധു സാറ്,
ഈ പറഞ്ഞ മമ്മൂക്ക, മോഹൻലാൽ, ഇവരൊക്കെ അഭിനയിച്ചിട്ട് എനിക്ക് 35-40 മാർക്കേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാളെ കൊണ്ട് പടം ഏൽപ്പിക്കേണ്ട കാര്യമില്ല. സുരേഷ് ബാബുവിന് എന്തിനു പടം ഏൽപ്പിക്കണം? ഒരു കാര്യമില്ല. അയാൾ കഷ്ടി ജയിക്കും, അല്ലെങ്കിൽ മോഡറേഷൻ കൊടുത്താൽ ജയിക്കും. ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു നല്ല ഗ്യാപ്പ് വേണം. അപ്പോൾ മമ്മൂക്ക എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ഇങ്ങനെ ഗ്യാപ്പ് ഇടേണ്ട, ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, മമ്മൂക്ക സബ്ജക്റ്റ് അങ്ങ് ഒത്തു വരണില്ല, ഒന്നും അങ്ങോട്ട് വരുന്നില്ല എന്ന്. ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എറണാകുളത്ത് വന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മമ്മൂക്കയുടെ വണ്ടിയുണ്ട്, അപ്പോൾ ഡ്രൈവറുണ്ട്. അദ്ദേഹം ആ വണ്ടിയിൽ നേരെ എന്നെ കൂട്ടിക്കൊണ്ട് നേരെ മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ബാ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് മമ്മൂക്കയുടെ ലൊക്കേഷനിൽ പോകുന്നു. ഇവിടെ സാജേട്ടൻ, ഡയറക്ടർ സാജൻ ഷൂട്ട് ചെയ്ത വിജയ മൂസിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദയ സ്റ്റുഡിയോയിൽ, നവോദയ സ്റ്റുഡിയോയിൽ. അവിടെ ഇരുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. വൈകുന്നേരം 4-4:30 മണിയാകുമ്പോൾ പറഞ്ഞു വർക്ക് തീർന്നു. നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു 4 മണി 5 മണിയോടെ വിടണം നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ വന്നു, നേരെ വീട്ടിൽ വന്നു, കാപ്പിയൊക്കെ കുടിച്ചു. ഞാനൊന്ന് ഫ്രഷായി, വാ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് 1 കിലോമീറ്റർ കഷ്ടി നേരെ കൊണ്ട് നിർത്തുന്നത് ഡെന്നീസ് ജോസഫിൻ്റെ വീട്ടിലാണ്. നമുക്ക് അതിനാണ് വണ്ടി ഡ്രൈവ് ചെയ്യണം. ഞങ്ങൾ രണ്ടും കൂടെ അതിനകത്ത് കയറി. അപ്പോൾ ഡെന്നീസ് ജോസഫ് ആണെന്ന് എനിക്ക് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ഡെന്നീസിനെ നേരത്തെ പരിചയമുണ്ട്, വലിയ അടുപ്പമൊന്നുമില്ല. നമുക്ക് ആ ഡെന്നീസിനെ വിളിച്ചുകൊണ്ട് നേരെ മാറ്റിയിട്ട് പറഞ്ഞു, ഇതുപോലെ ബാബുവിന് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, അസാധ്യമായൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം, ഞെട്ടുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഡെന്നീസ് ഹിറ്റടിച്ച് നിൽക്കുകയാണ്. മിനിമം 8-10 പടം ഡെന്നീസിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഒരു 4-5 വർഷത്തേക്ക് എഴുതാനുള്ളതുണ്ട്. മമ്മൂക്ക് ഓൾമോസ്റ്റ് 10 പടം തന്നെ മമ്മൂക്കയ്ക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊരു പോസിബിലിറ്റി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സത്യത്തിൽ. പക്ഷേ മമ്മൂക്ക പറഞ്ഞു മസ്റ്റാണ് ബാബുവിനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ ഡെന്നീസ് മമ്മൂക്കയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. വാലൊക്കെ അടച്ചിട്ട് അവർ AC റൂമാണ് ഡെന്നീസിൻ്റെ, അവിടെ ഇരുന്ന്. അപ്പോൾ ഞാനിവിടെ ഇവരെ സിറ്റ് ഔട്ട് ഇരുന്നു, ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടും കൂടെ പുറത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ബാബു ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഡെന്നീസ് എഴുതി തരും, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു, വേണ്ട മമ്മൂക്ക, ബാബുവിന് രാത്രിയല്ലേ ട്രെയിൻ, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ മമ്മൂക്കയുടെ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ 1 കിലോമീറ്റർ ഉണ്ട്. ആ ശരി എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക പോയി. അപ്പോൾ ഡെന്നീസ് എന്നോട് പറഞ്ഞത്, ഞാൻ മമ്മൂക്കയോട് സീരിയസ് ആയിട്ട് ചോദിച്ചു, ഈ പ്രോജക്റ്റ് നടക്കുമോ? കാരണം ഒരു 5-8 പടം മമ്മൂക്കയ്ക്കുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഡെന്നീസിന് അത്രയും തന്നെ പടമുണ്ട്. സീരിയസ് ആയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇരിക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലർ പറ്റിക്കാൻ വേണ്ടി പറയുമല്ലോ, ഇവിടെ ഇല്ല, വെരി സീരിയസ്, ഈ പടം ചെയ്തേ പറ്റുള്ളൂ എന്ന് മമ്മൂക്ക ഡെന്നീസിനോട് പറഞ്ഞു. ഡെന്നീസിനോട് ഡെഫിനറ്റായിട്ട് ഈ പടം കഴിഞ്ഞുള്ള എല്ലാ പടവും ഞാൻ മാറ്റി വെച്ചിട്ട് ബാബുവിൻ്റെ പടത്തിന് വേണ്ടി ഇരിക്കാം, എനിക്ക് 1 മാസം കൂടെ സമയം മതി, ഇടയ്ക്ക് സബ്ജക്റ്റ് ഞാൻ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ മമ്മൂക്കയുടെ വീട്ടിൽ ചെന്നു. മമ്മൂക്ക പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇത് പ്ലാൻ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി, പ്രൊഡ്യൂസറില്ല. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു, ഡെന്നീസിൻ്റെ സെറ്റപ്പിലും കുറേ പ്രൊഡ്യൂസർ സെറ്റപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് മമ്മൂക്കയുടെയൊക്കെ പറയാൻ പോയില്ല. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യം ചെയ്യും, സ്ക്രിപ്റ്റ് വർക്ക് നടക്കട്ടെ, അങ്ങനെ പ്രൊഡ്യൂസർ ആയില്ലെങ്കിൽ ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്യാം, ഞാൻ എൻ്റെ പ്രൊഡക്ഷനായിട്ട് ഒരു സാധനം ഇരുന്നോട്ടെ, ബാബുവിന് വേണ്ടി ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. അല്ല അത് നമുക്കൊരു ഇത് കഷ്ടം, ഡേറ്റും തരണം, ഈ ഭാരം എടുത്ത് തലയിലും വയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട നോക്കാം, ഞാനത് സെറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഡെന്നീസും കൂടെ ഇരുന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഡെന്നീസ് വിളിച്ചു. ഡെന്നീസിൻ്റെ വീട്ടിൽ ചെന്ന്, നമ്മൾ പ്രൊഡ്യൂസർ ആയിട്ടില്ല, ഡെന്നീസിൻ്റെ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡെന്നീസ് എൻ്റെ ആദ്യം ഒരു സബ്ജക്റ്റ് പറഞ്ഞു, ഒരു റേസ് ഡ്രൈവർ സബ്ജക്റ്റ്, ബാംഗ്ലൂർ, ബോംബെ, ഓൾ വേൾഡ് ട്രാവൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഭയങ്കര കോസ്റ്റ് ആവും, എന്നല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്നെ വെച്ചിട്ട് ആ പടം ചെയ്യത്തുമില്ല. അപ്പോൾ എനിക്ക് ഇനി ഇപ്പോൾ ഒരു മറവെന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ഒരു ഡെന്നീസ് ജോസഫാണ് 2 ബലം. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു പോകാൻ വേണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡെന്നീസ് എൻ്റെ ഒരു നോവൽ എടുത്ത് കൈ തന്നു, ഇതൊന്ന് വായിച്ചു നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാനത് ഇരുന്ന് വായിച്ചു നോക്കി, കുഴപ്പമില്ല. മുട്ടത്ത് വർക്കിയുടെ വേലി എന്ന് പറഞ്ഞ നോവലാണ്. അത് ഫുൾ വായിച്ചു നോക്കി. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അതിന് മുമ്പ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ റേസ് ഡ്രൈവർ സബ്ജക്റ്റ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ സബ്ജക്റ്റ് വേണ്ട, ഇത് നല്ല സബ്ജക്റ്റാണ്. അപ്പോൾ എങ്ങനെ സബ്ജക്റ്റാണ് മനസ്സിലാഗ്രഹം. ഞാൻ ഒരു സംഘം വന്നിറങ്ങി, സംഘംമാരി ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഒന്ന് ബൂസ്റ്റ് ചെയ്തൊരു സാധനമാണെങ്കിൽ നന്നായിരിക്കും. അതിന് സംഘത്തിന് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ആ ക്യാരക്ടർ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡൈവേർട്ടായി പോയി, വേറൊരു രീതിക്ക് പോയി. ഞാൻ അത് വേണ്ട, ആ ക്യാരക്ടർ പ്ലസ് ഒരു കഥ, കാര്യങ്ങൾ, ഒരു അടിച്ചുപൊളി പടം, അങ്ങനെ ഒരു സാധനമാണെങ്കിൽ നല്ലത്. അപ്പോഴാണ് വൈകുന്നേരം കൊണ്ട് ഈ ബുക്ക് എടുത്ത് തന്ന് വായിക്കാനായിട്ട്. നോക്കുമ്പോൾ മുട്ടത്ത് വർക്കി സാറിൻ്റെ ഒരു വേലി എന്ന് പറഞ്ഞ നോവലാണ്. അതിൽ ഈ ക്രിസ്ത്യൻ ക്യാരക്ടർ പശ്ചാത്തലമാണ്. അതിൽ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് വലിയ പ്രാധാന്യമില്ല, ഒരു ഗുണ്ട. അതിൽ ഏലിയാമ എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെയാണ് പ്രധാനമുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു, ഇതിൻ്റെ കോട്ടയം കുഞ്ഞച്ചൻ ഒരു ബാക്കിൽ കിടക്കുന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല, അത് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. ബാബുവിന് സാധനം ഇഷ്ടപ്പെട്ടോ? ഞാൻ നല്ല സബ്ജക്റ്റാണ്, എന്ത് തോന്നുന്നു? ഞാൻ ഒന്നും തോന്നാനില്ല, കാരണം നിങ്ങളുടെ എല്ലാ പടവും നിങ്ങളുടെ ഹിറ്റ്, മമ്മൂക്ക അവിടെ ഹിറ്റ് അടിച്ചിരിക്കണം. എനിക്ക് ഇതിനകത്ത് ഞാൻ എന്താ അഭിപ്രായം പറയാനായിട്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിൽ ഡെന്നീസ് വെച്ചോളണം, കാരണം ഈ ഒരു പടം ഹിറ്റ് അല്ലെങ്കിൽ ഇനി സുരേഷ് ബാബു എന്ന് പറഞ്ഞ ആൾ ഫീൽഡിലില്ല.
ഇനി ഒരു പടവും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോലും എന്നെ ആരും വിളിക്കത്തില്ല. കാരണം 4 പടം ഇത്രയും പടം ചെയ്ത ആളെ ആര് വിളിക്കാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരിക്കലും നിർത്തത്തില്ല. കോംപ്ലക്സ് വർക്ക് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ലൈഫ് ആൻഡ് ഡെത്ത്, സുരേഷ് ബാബുവിൻ്റെ ലൈഫ് ആൻഡ് ഡെത്ത് അത് മനസ്സിൽ വെച്ചിട്ട് വേണം കോട്ടയം കുഞ്ഞച്ചൻ എഴുതാനും ഫിക്സ് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട്. ഇവിടെ കുഴപ്പമില്ല. അപ്പോഴാണ് പറഞ്ഞത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ് ടൈറ്റിൽ ഇടാമെന്ന്. കാരണം നേരെ മമ്മൂക്കെ വിളിച്ചു. മമ്മൂക്ക പറഞ്ഞു നല്ല ടൈറ്റിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിരുന്ന് ഏതാണ്ട് ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ പ്രൊഡ്യൂസർ ഡെന്നിസ് 3-4 പ്രാവശ്യം ട്രൈ ചെയ്തു. പല ആൾക്കാരെയും വിളിച്ചു. അവരൊക്കെ ജീവനും കൊണ്ട് ഓടി. അവർ അയ്യോ അത് നമുക്ക് അടുത്ത പടം ആലോചിക്കാം, ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഡെന്നീസായിട്ട് ഹോൾഡുള്ള പല വലിയ പ്രൊഡ്യൂസേഴ്സ് അവരൊക്കെ പിന്നെ എന്നെ അപ്രോച്ച് ചെയ്തു. അത് വേറെ കാര്യം. അഡ്വാൻസും കൊണ്ടും കാര്യങ്ങളും അവർക്കാർക്കും ഞാൻ ചെയ്തുമില്ല പടം. അപ്പോൾ ഈ പറഞ്ഞ പോലെ പലരും എന്നെ ഇങ്ങനെ പറഞ്ഞ ഡെന്നിസ് വിളിച്ച് പറഞ്ഞ് അവർ കംപ്ലീറ്റ് ഒഴിവാക്കി. അപ്പോൾ അതങ്ങനെ നിൽക്കണം. ഞാൻ പറഞ്ഞു മണിസാർ എനിക്കൊരു അഡ്വാൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഞാനത് മണിസാറായിട്ടൊന്ന് സംസാരിക്കാം. കാരണം ഞാൻ അവിടുന്ന് ഫോണിൽ മണിസാർ എപ്പോൾ ഉണ്ടാവും, അത് തിങ്കളാഴ്ച ഉണ്ടാവും വാ എന്ന് പറഞ്ഞു. ഞാൻ നേരെ മണിസാർ എന്നെ ഇഷ്ടമാണ്. ഞാൻ നേരെ മണിസാറിൻ്റെ രാവിലെ ചെന്നു. 11 മണിക്ക് സമയം അവിടെ ചെന്നു. എന്തൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡെന്നിസ് ജോസഫ് ഒരു സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. പുള്ളി ആദ്യം അങ്ങ് ചിരിച്ചു. എൻ്റെ പറഞ്ഞു 3 ചെക്ക് ഞാൻ അവന് കൊടുത്തു, ഡെന്നിസ് ജോസഫ്. ആ 3 അതുപോലെ അവൻ തിരിച്ചയച്ചു. മമ്മൂട്ടി പുള്ളി വിളിക്കുന്ന മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ഡേറ്റ് വെച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു 2-3 വർഷം സാർ ഇങ്ങോട്ട് വരികയേ വേണ്ട എന്ന് മമ്മൂട്ടിയും പറഞ്ഞു. ഇനി എങ്ങനെ ഈ പ്രോജക്റ്റ് നടക്കും എന്ന് ചോദിച്ചു. ഇല്ല സാർ, ഈ പറഞ്ഞ പോലെ ഇത് നടക്കും, അവർ റെഡിയാണ്, ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇന്ന് എന്നോട് തിരിച്ച് മണിസാർ. അവിടെ നിന്ന് ഞാൻ മണിസാറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് നേരെ ഡെന്നിസ് ജോസഫിനെ വിളിക്കുന്നു. ഡെന്നിസിനെ വിളിച്ച് പറഞ്ഞു ഡെന്നിസ് ഞാൻ മണിസാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, ഒന്ന് പ്രോജക്റ്റിൻ്റെ കാര്യം ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ മണിസാറിൻ്റെ കൊടുത്തു. സാറേ ഡെന്നിസാണ്. പറ എന്ന് പറഞ്ഞു മണിസാർ. ഞാൻ ബാബുവിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, കൺഫേമാണ്, മമ്മൂക്കയും റെഡിയാണ് എന്ന് പറഞ്ഞു. നീയൊക്കെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. ഇല്ല കൺഫേമാണ് എന്ന് പറഞ്ഞു. ശരി അഡ്വാൻസ് ഒന്നും തിരിച്ചു കൊടുത്തയക്കില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അഡ്വാൻസ് എനിക്ക് വേണ്ട, പടം തുടങ്ങാൻ നേരത്ത് കാശ് തന്നാൽ മതി, തന്നില്ലെങ്കിൽ സാരമില്ല ഞാൻ എഴുതിത്തരാം, എനിക്ക് കാശും കുറച്ച് മതി എന്ന് പറഞ്ഞു. അവനെ നേരെ അവൻ എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് നേരെ മമ്മൂക്കയെ വിളിച്ചു. മമ്മൂക്ക ആദ്യം വൈഫ് എടുത്തു. ഞാൻ അവരുടെ നേരെ മമ്മൂക്കയ്ക്ക് ഫോൺ കൊടുത്തു. എന്ത് പോകുന്നു? ഞാൻ മണിസാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, ഞാൻ മണിക്കാരുടെ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുക്കാം. നേരെ മണിസാറിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. മണിസാർ പറഞ്ഞു മമ്മൂട്ടി എന്താണ്? അത് ഞാൻ ബാബുവിന് വേണ്ടി പടം ചെയ്യുന്നുണ്ട്, 30 ദിവസം ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ 20 ദിവസമേ കൊടുക്കാറുള്ളൂ, 30 ദിവസം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ 5 ദിവസം കൂടെ കൂടുതൽ കൊടുക്കാം. എന്തായാലും പ്രോജക്റ്റ് കൺഫേമാണ്, അതെപ്പോൾ ചെയ്യാൻ പറ്റും, അത് ബാബു എപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചെയ്യാം. അതിന് ഏത് പടമാണ് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പടം ചെയ്യും. പിന്നെ സാറ് ഇപ്പോൾ കഴിഞ്ഞ പടത്തിൽ നിന്ന് തന്ന പൈസയും തരണ്ട, പകുതി പൈസ തന്നാൽ മതി, ഈ പ്രോജക്റ്റ് നടക്കണം, ബാബുവിന് വൃത്തിയായിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞു. 2 പേര് സംസാരിച്ചു. ഓക്കെ, പ്രോജക്റ്റ് നടക്കും, കൺഫേം, ഞാനിത് എടുത്തിരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് ബാബു ഇരിക്കുന്നത്? എറണാകുളത്ത്. ഞാൻ ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലാണ്. അത് വേണ്ട എന്ന് തിരിച്ചു പോകും. ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച പോകും. ഉടനെ അവിടുത്തെ ഹർഷൻ എന്ന് പറഞ്ഞ മാനേജർ എറണാകുളത്ത് വിളിച്ച് പറഞ്ഞു അവർക്ക് BTH റൂം ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ BTH റൂം ഇടുന്നു. ഞാൻ നേരെ പോകണം BTH അപ്പോൾ ഡെന്നിസ് രാവിലെ വരും, ഡിസ്കഷൻ കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് പോകും. അപ്പോൾ വേണു B. നായർ എന്ന് പറഞ്ഞ ഡെന്നിസിൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ അവിടെ വന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബാക്കി വർക്ക് ചെയ്തുകൊണ്ടു. ഡെന്നിസ് രാവിലെ വരും, ഡിസ്കസ് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇടയ്ക്ക് മമ്മൂക്ക വന്ന് എൻ്റെ ത്രെഡ് കേട്ട് മമ്മൂക്ക സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്ക പോയി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കോട്ടയം കുഞ്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഒരു പടം ഉണ്ടാകുന്നത്. അത്രയും ഒരു സ്ട്രഗിളും സ്ട്രെയിനും ഉണ്ട്. പ്ലസ് മമ്മൂക്കയുടെ ഒരു സപ്പോർട്ട്, ഡെന്നിസ് ജോസഫിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. മണിസാറിനെ പോലൊരു പ്രൊഡ്യൂസർ എന്നെ ധൈര്യമായിട്ട് എനിക്കൊരു പടം തരാനായിട്ട് മനസ്സ് കാണിച്ചു. അങ്ങനെയാണ് കോട്ടയം കുഞ്ചൻ ഉണ്ടായത്. സൗഹൃദത്തിൻ്റെ ശക്തി അതിലുണ്ട്, ആ സിനിമയിലുണ്ട്. അത് മമ്മൂക്കയും തീർച്ചയായിട്ടും ഉണ്ട്. മമ്മൂക്കയുടെ ഒരു സ്നേഹം, ഡെന്നിസ് ജോസഫിൻ്റെ ഒരു ഇഷ്ടം, മമ്മൂക്ക പറഞ്ഞുകൊണ്ട് ഡെന്നിസ് ജോസഫിൻ്റെ ഒരു സപ്പോർട്ട് അന്ന്. പിന്നെ ഡെന്നിസും ഞാനായിട്ട് ഭയങ്കര ക്ലോസ് ആയി. അപ്പോൾ അങ്ങനെ ഒരു അതിനകത്തുണ്ട്. അങ്ങനെയാണ് കോട്ടയം കുഞ്ചൻ സംഭവിച്ചെന്ന് വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് വേറെ 2-3 ഞാൻ കണ്ടമാനം തീ നിന്ന പടമാണ്. മീൻസ് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിച്ച പടമാണ്. കാരണം മമ്മൂക്കയുടെ ഡേറ്റ് ഉണ്ട്, ഫുൾ സ്ക്രിപ്റ്റ് തീർന്നു, ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റാണ്. അത് ഇരുന്നു. മമ്മൂക്കയ്ക്ക് ഇതിന് സ്ലാങ് നല്ല വശമാണ്. അപ്പോൾ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അദ്ദേഹം വായിച്ചൊക്കെ കൊടുക്കും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് ഇത്തിരി ഹ്യൂമർ ടച്ചുള്ള സാധനമാണ്. അതിന് തൊട്ട് മുമ്പേ മണിസാറിൻ്റെ ഈ ഒരു പടം റിലീസായി, മമ്മൂക്ക കോമഡി ചെയ്തിട്ട് അത് നന്നായിട്ട് പോയില്ല. നന്ദി വീണ്ടും വരിക എന്ന് പറഞ്ഞു. അത് ഏറ്റവും വലിയ ആൾക്കാർ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്ത പടമാണ്. അത് നന്നായിട്ട് പോയില്ല. അപ്പോൾ മമ്മൂക്ക പടം കോമഡി ചെയ്താൽ ഓടൂല എന്നൊരു തോന്നൽ മണിസാറിന് ഓൾറെഡി ഉണ്ട്. കാരണം അതിനു മുമ്പേയും മമ്മൂക്കയുടെ കോമഡി അങ്ങനെ അത്രയും വർക്കൗട്ട് ആയിട്ടില്ല.
അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ചില കോമഡി കട്ടിയണ്ട, ഞാൻ ചില കോമഡി സീൻ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഓടി എന്ന് പറയും, അയ്യോ ഇതെടുക്കണ്ട, ഇതിങ്ങനെ കോമഡി ചെയ്താൽ നിൽക്കില്ല. അവിടെ ഇവിടെ നിന്ന് മാനേജർ വിളിച്ച് പറയും, മണി സാറേ അവിടെ ഭയങ്കര കോമഡി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനെ സാറ് അവിടെ നിന്ന് ഓടി വരും വൈകുന്നേരം, കോമഡി എടുത്താൽ ഓടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ കുഴപ്പമില്ല, ഇനി എന്ത് വേണം, അവസാനം പൊളി സഖിയായിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിൽ ചെയ്യും, ഇത് ഞാൻ ബാബുവിന് തന്ന പടമാണ്, ഇത് ഓർഡർ ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ വേറെ പടം ചെയ്ത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അത് പോയി. ഞാൻ പിന്നെ എല്ലാം വർക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്നെ ഫൈനൽ എഡിറ്റിംഗ് ഡെന്നിസിനെ കാണിച്ച് ഇത് പടമാക്കി ഫസ്റ്റ് കോപ്പി ആക്കിയിട്ട് കാണുന്നു. മണിസാറിനെ കാണുന്നു. മണിസാർ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് പടം തീരെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം, ഇതൊരു ഒരാഴ്ചക്കുള്ളിൽ പോകില്ല. അരോമയുടെ ആയതുകൊണ്ട് ഈ 2 ആഴ്ച പോകും. ഇനി പിന്നെ ഓടുന്നതൊക്കെ ബാബുവിൻ്റെ തലയെഴുത്ത് പോലെ ഇരിക്കും. ഇത് തന്നെ പറഞ്ഞത്, ബാബുവിൻ്റെ തലയെഴുത്ത് പോലെ ഇരിക്കും, എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയി. എന്നാൽ ഡെന്നിസിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം അത് ഓടുന്ന പടമല്ല എന്ന് പറഞ്ഞു. ഡെന്നിസ് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു, ബാബു വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. കാരണം നേരെ മമ്മൂക്കയെ വിളിച്ച് മണിസാറ് പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പടം എന്ന് പറഞ്ഞു. ഉടനെ മമ്മൂക്ക രാത്രി എന്നെ വിളിച്ചു, അത് വിഷമിക്കേണ്ട, അത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പടം ചെയ്യാം, അത് ബാബു വിഷമിക്കണം, അങ്ങനെ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നിസ് എന്നെ വിളിച്ച് പറഞ്ഞു നാളെ ഹരിഹരൻ സാറ്, തമ്പിയും കണ്ണൻ താരം, രതീഷ് അവർ 3 പേരും പടം കാണാൻ വരും, അവരൊന്ന് കാണാനുള്ള സെറ്റപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ഡെന്നിസേ, മണിസാറ് കുള്ളൂല തല്ലിപ്പൊളി എന്ന് പറഞ്ഞ് വരണം. ഏറ്റവും വലിയ ഡയറക്ടർ ഹരിഹരൻ സാറ്, അന്നത്തെ ഹിറ്റ് മേക്കർ തമ്പി കണ്ണന്താനം, തമ്പിച്ചായൻ, പിന്നെ രതീഷ് കുഴപ്പമില്ല. ഇവർ വന്ന് കണ്ടിട്ട് എന്ത് പറയും പടത്തിനെ പറ്റി, അത് സാരമില്ല, നമ്മുടെ ഒരു കോൺഫിഡൻറ്റിന് വേണ്ടിയിട്ടാണ് പടം ഇട്ട് ഞാനിരുന്നില്ല പേടിച്ച്. കാരണം മണിസാറ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പടമാണ്. അന്നത്തെ ഇവർ പ്രൊജക്ഷൻ ഇട്ട് കൊടുത്തു. ഞാൻ നേരെ ഹോട്ടലിലേക്ക് പോയി എന്നെ കഴിഞ്ഞ് ഒരു 2 മണിക്കൂറും 10 മിനിറ്റും ഉള്ള പടം. ഇത് കഴിഞ്ഞ് 3 മണിക്കൂർ ഞാൻ വിളിച്ച് ചോദിക്കാനൊന്നും പോയില്ല. 3:10 ഒരു 3:15 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഹോട്ടലിൻ്റെ റൂമിൽ വാതിൽ കെട്ടണം. ഞാൻ തുറന്നപ്പോൾ ഹരൻ സാറുണ്ട്, തമ്പി കണ്ണന്താനമുണ്ട്, രതീഷ് ചേട്ടനുണ്ട്. എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഉമ്മ വന്നിട്ട് പറഞ്ഞു ഈ പടം സൂപ്പർ ഹിറ്റാണെന്ന് പറഞ്ഞു. തമ്പി കണ്ണന്താനം പറഞ്ഞു ഇതൊരു ഇവിടുത്തെ ട്രെൻഡ് സെക്ടറായിരിക്കുന്നത്. ഞങ്ങൾ ഡെനീസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ മമ്മൂട്ടിയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ രതീഷ് പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു, ഇത് ട്രെൻഡ് സെക്ടറായിരിക്കും ഈ പടം എന്ന് പറഞ്ഞ് കവിളിൽ എനിക്കൊരു ഉമ്മയും തന്നിട്ട് വരും അവിടെ ചായയും കുടിച്ചിട്ട് അവർ പോയി. ഡെന്നിസ് സാറിനെ വിളിച്ച് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞു, ഇത് ഹിറ്റായിരിക്കും. ഞാൻ പറഞ്ഞു അൻസാറും ഇവരൊക്കെ ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞതും ആവും. എനിക്കൊരു നല്ല ടെൻഷൻ ഉണ്ട്, ഇല്ല ഒന്നും പേടിക്കേണ്ട, അത് നന്നായിട്ട് വരുന്നത്. രാത്രി മമ്മൂക്ക എന്നെ വിളിച്ച് പറഞ്ഞു എന്തായാലും കുഴപ്പം വരത്തില്ല, എനിക്ക് വിശ്വാസമാണ് എന്ന് മമ്മൂക്കയും പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഡേറ്റ് എടുത്ത് 2 ആഴ്ച, ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റ് 2 ആഴ്ച പറഞ്ഞു, 2 ആഴ്ച മതി, 2 ആഴ്ച എഗ്രിമെൻറ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ വെള്ളിയാഴ്ച മാക്സിമം ഞായറാഴ്ച, അത് കഴിഞ്ഞാൽ പിന്നെ പടം ഓൾഡറാവും, പിന്നെ 2 ആഴ്ച എന്ന് പറഞ്ഞ് ഇട്ടു. അപ്പോൾ അങ്ങ് വിട്ടു. പിന്നെ ഞാൻ അവിടെ ചെന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം റിലീസാണ്. എൻ്റെ തലേ ദിവസം ഞാൻ മണിസാറിൻ്റെ ഓഫീസ് ചെല്ലുകയാണ്. ഒരു കുറേ ആൾക്കാരും കൂട്ടവും ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മണിസാറിന് ഞാൻ അവിടെ 10:30 മണിക്ക് വന്നിട്ട് മണിസാറിനെ കാണുന്ന 1 മണിക്കാണ്. കാരണം അകത്ത് ആൾക്കാർ ബഹളം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എൻ്റെയൊക്കെ പുറത്തു വന്ന് നാളെ റിലീസ് വെച്ചിട്ടുണ്ട്, ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്, പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധന്യ രമ്യ വേണം. അപ്പോൾ ഇവരുടെ പടം എല്ലാം 2 തിയേറ്ററിൽ റിലീസ് ചെയ്യും. കാരണം തൊട്ട് മുമ്പേ ജാഗ്രത, അതിന് മുമ്പേ CBI കുറിപ്പ്, അതിൻ്റെ മുമ്പേ മറ്റേ 20-ാം നൂറ്റാണ്ട്, എല്ലാം 2-ഉം 3-ഉം 3-ും തിയേറ്ററിലാണ് ഇടുന്നത്. ഇത് സിംഗിൾ തിയേറ്റർ. കാരണം ധന്യ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ ഇട്ടുള്ളൂ, നമുക്ക് ഇങ്ങനെ തട്ട് ഇല്ലാതെ വരണം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എല്ലാം നേരെ ധന്യയുടെ അവിടെ ചെന്നപ്പോൾ നല്ല കൂട്ടമുണ്ട്, അത്യാവശ്യം നല്ല കൂട്ടമുണ്ട്. ശരി, ഞാൻ കൂടെ ഇരുന്ന് കണ്ടു. അവിടെ നിന്നിട്ട് മമ്മൂക്കയുടെ സീൻസിനൊക്കെ പലതും കൈയടി കാര്യങ്ങളായി. അപ്പോൾ ന്യൂസ് കഴിഞ്ഞപ്പോൾ പടം തിരക്കേടില്ല എന്ന് പറഞ്ഞ് ഓൾ കേരള റിപ്പോർട്ട് വന്നു. ഉച്ചയായപ്പോൾ പറഞ്ഞു സൂപ്പർ എന്ന് റിപ്പോർട്ട് വന്നു. ഫസ്റ്റ് ആയപ്പോൾ പറഞ്ഞു ഹിറ്റാണെന്ന് പറഞ്ഞു. നൈറ്റ് സെക്കൻഡ് ഷോ കഴിഞ്ഞപ്പോൾ സൂപ്പർ മെഗാ ഹിറ്റ് എന്ന് ഡിക്ലറേഷൻ രാത്രി 10:30 മണിക്ക് വന്നു കഴിഞ്ഞു. ഓൾ കേരള ഹെവി ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനം, റോഡ് ബ്ലോക്ക്. നെക്സ്റ്റ് ഡേ 2 തിയേറ്റർ 3 തിയേറ്റർ ഇതൊക്കെയായി. പലയിടത്തും 2 ആഴ്ച ഡേറ്റ് പറഞ്ഞാൽ ആ തിയേറ്ററിൽ 100 ദിവസം 50 ദിവസം വെച്ച് ഓടി. ട്രിവാൻഡ്രത്ത് മാത്രം 2 തിയേറ്ററിൽ 117 ദിവസം എന്തോ ഓടി ഈ 2 ആഴ്ച പറഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ മണിസാറിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. പിറ്റേ ദിവസം അവിടെ ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ട്. എല്ലാം കളഞ്ഞ് മണിസാർ 1 മിനിറ്റ് അടുത്ത് എൻ്റെ അടുത്ത് വന്നു, എന്നെ പിടിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം
ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ തലയെഴുത്ത് മാറിയ പടമാണ്. ഒരു ഷോ കൊണ്ട്, എന്നാലും ഒരു ദിവസം കൊണ്ട്. അതാണ് കോട്ടയം കുഞ്ഞച്ചൻ. പിന്നെ എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. 8-10 പടം, പിറ്റേ ദിവസം വിളി, അവിടെ നിന്ന് വിളി, എന്നെ കാണണം എന്ന് പറഞ്ഞു. ചില പ്രൊഡ്യൂസേഴ്സ് വെറുതെ, ചില ആൾക്കാർക്ക് വെറുതെ എന്നെ ഒന്ന് കാണണം, വെറുതെ പടം ഡയറക്റ്റ് ചെയ്യാനോ ഏൽപ്പിക്കാനോ ഒന്നുമല്ല, അങ്ങനെ എന്നെ കാണാനായിട്ട് കുറേ പേര്, ഒരു സിനിമാ രംഗത്തുള്ള ആൾ, ആരാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞ് കാണാനായിട്ട്. എനിക്കാണെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യണ പോലെ ഇത്തരം ഒരു ചമ്മൽ ഇപ്പോഴൊക്കെ കുറേ മാറിയെന്ന് വയ്ക്കും. അന്നൊക്കെ ഭയങ്കര പാടാണ്. എന്നെ കാണണം, ഷെയ്ക്കാൻഡ് തരണം, അങ്ങനെ ഒരു ആഴ്ചത്തേക്ക് ഞാൻ കാഴ്ച പുസ്തകമായിട്ട് ഇങ്ങനെ ഇത് പല സ്ഥലങ്ങളിൽ ഓടി. പിന്നെ ഡെന്നീസിൻ്റെ അവിടെ അതിനേക്കാൾ ശല്യമായി. എപ്പോൾ സുരേഷ് ബാബു വരും, അന്ന് ഈ മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഈ പറഞ്ഞ ഈ മൊബൈലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എപ്പോൾ സുരേഷ് ബാബു വരും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഡെന്നീസിൻ്റെ അവിടെ ഒരു കൂട്ടം ആൾക്കാർ, മമ്മൂക്കയ്ക്ക് അവിടെ അഭിനന്ദനത്തിൻ്റെ പുറത്ത് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഞങ്ങൾ രാത്രി ഇത് കൊണ്ടുപോയി ഞങ്ങൾക്ക് 3 പേർക്കും ആശ്വാസമായി. ഒന്ന് ഡെന്നീസ്, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നൊരു തോന്നൽ മമ്മൂക്കയ്ക്ക്, ഡെന്നീസിന് അങ്ങനെ, എനിക്കും ഇത്, കാരണം ഇനി വേറൊരു പണി അന്വേഷിക്കണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ എനിക്ക്. അതാണ് കോട്ടയം കുഞ്ഞച്ചൻ്റെ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഈ മമ്മൂക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഇന്നതേ പറ്റൂ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സാറാണ് പൊളിച്ചെഴുതി കൊടുക്കുന്നത് ആദ്യമായിട്ട്. ഒരു പക്ഷേ കോട്ടയം കുഞ്ഞച്ചൻ വന്നില്ലായിരുന്നെങ്കിൽ രാജമാണിക്യവും തുറുപ്പുകുലാനും ഒന്നും വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരിക്കും അതിനൊക്കെ പ്രചോദനമായിരിക്കും കുഞ്ഞച്ചൻ. കാരണം നമുക്ക് അത്ര ലൗഡായിട്ട് അത്തരത്തിലൊരു തമാശയൊക്കെ കൈകാര്യം ചെയ്യുന്ന വേഷം ആദ്യമായിട്ട് കുഞ്ഞച്ചനായിരുന്നല്ലോ. മമ്മൂക്ക മാത്രമല്ല, സുകുമാരൻ സാറിൻ്റെ വേഷമൊക്കെ അതിൽ തമാശ. അങ്ങനെ ഒരുപാട് പേർക്ക് കരിയറിൽ അത്തരം ബ്രേക്കുകൾ എന്ന് വെച്ചാൽ ഒരു പൊളിച്ചെഴുത്ത് കൊടുത്തിട്ടുള്ള സാറാണ്. നമ്മൾ ഒരു പ്രോജക്റ്റ് ഒരു നിമിത്തമായി, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അത് ചിലപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷനാണ്, വേറൊരു പടം മമ്മൂക്കയ്ക്ക് ചിലപ്പോൾ ആ രീതിയിലോ അതിനേക്കാളോ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കും. നമുക്ക് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എനിക്കൊരു പ്രഡിക്ഷൻ അങ്ങനെ ഞാൻ ചെയ്യില്ല. ഇപ്പോൾ ഡെന്നീസ് ഇങ്ങനെ ഒരു സാധനം എഴുതി, ഡെന്നീസ് അങ്ങനെ സബ്ജക്റ്റ് എഴുതിക്കൊണ്ടുവന്ന ആളല്ല. ഇപ്പോൾ സംഘം തന്നെ എഴുതിയിട്ട് കുറച്ച് കുഴപ്പമില്ലാതെ വന്നിട്ട് പിന്നെ ഇത്തിരി ചീത്തപ്പേര് പുള്ളിക്കാരനുണ്ടായി. പക്ഷേ ചിലപ്പോൾ സംഭവിച്ചേനെ. അത് മമ്മൂക്കയുടെ ഈ പറഞ്ഞൊരു വലിയൊരു നടൻ്റെ അത് അദ്ദേഹത്തിന് കിട്ടിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിൽ തോന്നിയത്. കാരണം ഇതല്ലെങ്കിൽ വേറൊരു കുഞ്ഞച്ചൻ്റെ അപ്പുറത്തൊരു കുഞ്ഞച്ചൻ ചിലപ്പോൾ മമ്മൂക്കയുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാമായിരുന്നു. അതിന് ഞാൻ കാരണക്കാരൻ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ കോട്ടയം കുഞ്ഞച്ചൻ ഉണ്ടാവാൻ മമ്മൂക്കയും ഡെന്നീസ് ജോസഫും മണിസാറും ആണ് കാരണക്കാരൻ. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും അതിൻ്റെ 100% ക്രെഡിറ്റ് ഞാൻ എടുക്കത്തില്ല. മനസ്സിലായില്ല, അത് ഞാൻ വർക്കൗട്ട് ചെയ്തു. ചിലപ്പോൾ മമ്മൂക്ക ഇതിനേക്കാൾ നല്ല കോമഡിയിൽ വേറെ ചിലപ്പോൾ പടം സംഭവിച്ചിരുന്നിരിക്കാം. എന്തായാലും കോട്ടയം കുഞ്ഞച്ചൻ എനിക്ക് അനുഗ്രഹമായി. എല്ലാവരോടും ഞാൻ മനസ്സിലോർക്കാറുണ്ട്. അതാണ് കോട്ടയം കുഞ്ഞച്ചൻ. സാറിന് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത്? അപ്പം മമ്മൂക്കയുടെ കാര്യം മാറ്റിക്കഴിഞ്ഞാൽ ഉപ്പുകണ്ടം പ്രദേശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാബു ആന്റണി ചേട്ടൻ, മോഹൻരാജ്, കിരിക്കാടൻ ജോസ്, ഇവരെയൊക്കെ അത്തരത്തിലൊരു വേഷത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതും അവർക്ക് പറ്റുമെന്നുള്ളൊരു ധൈര്യം എവിടുന്ന ശരിക്കും വരുന്നത്? എന്നാൽ നമ്മളൊന്നും സാറും അതിനു മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല, നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പം ഇവരിത് ചെയ്താൽ, അവർ ചെയ്യുന്നതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നത്. അതായത് ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ കഴിഞ്ഞിട്ട് ഞാൻ മമ്മൂക്ക വെച്ചിട്ട് ഞങ്ങൾ അരയൻ പത്രോസ് എന്നൊരു സാധനം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരയൻ പത്രോസ് അമരം വന്നുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നത്. അരയൻ പത്രോസ് എക്സ്ട്രോണറി സബ്ജക്റ്റ് ആയിരുന്നു, ഒരു മുക്കുവൻ കാര്യങ്ങൾ നല്ല രസമായിരുന്നു. പക്ഷേ അതിപ്പോൾ അമരം വന്നപ്പോൾ പിന്നെ നമുക്ക് അത് പിന്നെ മാറ്റേണ്ടി, വീണ്ടും കുഞ്ഞച്ചൻ്റെ വേറൊരു പാറ്റേൺ പിടിച്ച് പോകേണ്ടി വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഈ സ്ക്രിപ്റ്റ് വർക്ക് നടത്തുമ്പോൾ മമ്മൂക്കയാണ് പറഞ്ഞു, പറ്റുമെങ്കിൽ ഒരു പ്രോജക്റ്റ് മാറ്റി ചെയ്യും. മനസ്സിലായി, ഡെന്നീസ് ജോസഫ് മമ്മൂട്ടി എന്നുള്ള ഒന്ന് എന്നെ വിട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പടം ചെയ്യാം. അപ്പോൾ ഡെന്നീസോടെ എഴുത്ത് നടക്കുന്നേ ഉള്ളൂ, ഞങ്ങളൊരു പ്ലാനിങ് ഒക്കെ ആയേ ഉള്ളൂ. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി, കാരണം ഈ പറഞ്ഞൊന്ന് മാറി ചെയ്താൽ പടം തിരക്കേടില്ലാതെ വരികയാണെങ്കിൽ എനിക്ക് കൂടുതൽ പേര് കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും മോശമാണെങ്കിൽ വീണ്ടും നമുക്ക് മമ്മൂക്ക ഉണ്ട്, അപ്പുറത്ത് ഡെന്നീസ് ഉണ്ട്, അവരെ പോയി പിടിക്കാം എന്നുള്ള രീതിയിൽ. എന്തായാലും അരയൻ പത്രോസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് കൂടിക്കാഴ്ച പ്ലാൻ ചെയ്തത്. അന്ന് ജയറാം, ജഗദീഷ്, സുവേട്ടൻ, ബാബു ആന്റണി, പിന്നെ ഉർവശി, ചിത്ര, ഉഷ, ഈ പറഞ്ഞ പോലെ ഒത്തിരി ആശയം, ബാബു നമ്പൂതിരി, അങ്ങനെ വെച്ചിട്ട് ഒരു ജഗദീഷ് കുമാർ ഒക്കെ വെച്ചിട്ടൊരു സാധനമാണ് കൂടിക്കാഴ്ച. അത് പ്ലാൻ ചെയ്ത് എല്ലാം വർക്കൗട്ട് ചെയ്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അതൊരു 17 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തുറന്നു. നല്ല വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞങ്ങൾ 35 ദിവസം 40 ദിവസമാണ് ആദ്യം ചാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് അപ്പോൾ എൻ്റെ അനിയൻ TS സജി ഒരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു. ഇതങ്ങ് ഫോക്കസ് ചെയ്ത് കുറച്ച് നല്ല ടൈറ്റ് വർക്ക് ചെയ്തപ്പോഴത്തേക്കും അത് 2 ലൊക്കേഷനിലേക്ക് നമുക്ക് ഷൂട്ടിംഗ് തീർക്കാൻ പറ്റി. ഉദയ സ്റ്റുഡിയോയ്ക്ക് അകത്തായിരുന്നു ഞങ്ങളുടെ താമസം. അതിൻ്റെ 3/4 ഭാഗം ഉപയോഗിച്ചത് അതിനകത്ത് തന്നെയാണ്.
വീടും കാര്യങ്ങളും ക്ലബ്ബും പോലീസ് സ്റ്റേഷനും. അപ്പോൾ നമുക്ക് രാവിലെ ഇറങ്ങി മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ ലൊക്കേഷനാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കാം. രാവിലെ 7 മണി അല്ലെങ്കിൽ 8 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. രാത്രി 8 മണി വരെ 9 മണി വരെ ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഭയങ്കര കംഫർട്ട്. കാരണം നേരെ മുറ്റത്തിൽ നിന്ന് കയറുന്ന റൂം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് 17 ദിവസം കൊണ്ട് ഇൻക്ലൂഡിങ് 2 പാട്ട് അത് അടക്കം തീർന്നു. ആ പടം നല്ല സക്സസ് ആയിരുന്നു. അന്നത്തെ നല്ല വൺ ഓഫ് ദ ഹിറ്റ് മൂവി ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഡെന്നിസിൻ്റെ മറ്റേ സ്ക്രിപ്റ്റ് തീർന്നില്ല. അപ്പോൾ ഡെന്നിസ് പറഞ്ഞു മറ്റേ എഴുതി തരാം, അതിന് മുമ്പ് ഒരു ചെറിയൊരു കണ്ടൻ്റ് ഉണ്ട്, നല്ല രസമുള്ളതാണ്, അതൊന്ന് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡെന്നിസ് പെട്ടെന്ന് പറഞ്ഞു 7 ദിവസം കൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു. ഈ പടമാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത പടമാണ് മാന്യന്മാർ. അത് ഭയങ്കര രസമുള്ള സബ്ജക്റ്റാണ്. മുകേഷ്, ശ്രീനിവാസൻ, ജഗദീഷ്, പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. കംപ്ലീറ്റ് കോമഡി ആർട്ടിസ്റ്റും എല്ലാം വെച്ചിട്ടൊരു ഇതാണ്. അതൊരു ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെന്നൈയിൽ പോയിട്ട് തിരിച്ച് ട്രിവാൻഡ്രം വരണതാണ് കഥ. ഒരു കാറ് നല്ല സബ്ജക്റ്റാണ്. ഇനിയും വേണമെങ്കിൽ ആ പടം ഒന്നും കൂടെ മാറ്റി ചെയ്യാം. ഇപ്പോഴത്തെ അഡ്വാൻസ് ടെക്നോളജിയിൽ ആ പടം ചെയ്ത് എവിടെയും പോകും. ഒരു കാരണവും കൊണ്ട് ഇദ്ദേഹം ചെന്നൈയിൽ പോകുന്നതും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും തിരിച്ചിവിടെ നാട്ടിലെത്തുന്നതാണ് കഥ. അപ്പോൾ അത് ഡെന്നിസ് ഒരു 7 ദിവസത്തിനകത്ത് എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീനായിട്ട് എല്ലാം കൂടെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത പടമാണ് മാന്യന്മാർ. അത് അത്യാവശ്യം സക്സസ്ഫുൾ സബ്ജക്റ്റ് പടമാണ്. അതിൽ രമ്യ കൃഷ്ണ അവർ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പടവും തരക്കില്ലാതെ വന്നു. തരക്കാകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ മോർ കോൺഫിഡൻ്റ് ആയി. പിന്നെയാണ് കിഴക്കൻ പത്രോസ് വന്നത്. ഇപ്പോൾ അരയൻ പത്രോസാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് വലിയൊരു കഥയാണ്. പിന്നെ അത് കിഴക്കൻ പത്രോസിലേക്ക് വന്നു. അതും തരക്കില്ലാത്തൊരു പടമായിരുന്നു. അപ്പോൾ ഈ ഇത്രയും സക്സസ് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം എന്ന് പറയും. കാരണം അന്ന് കോട്ടയം കൊച്ചൻ ചെയ്യുന്ന സമയത്ത് കോട്ടയം കൊച്ചൻ റിലീസായ സമയത്ത് ഉപ്പുകണ്ട പ്രദേശത്ത് പറഞ്ഞാൽ ബോർഡ് കാണിക്കുമ്പോൾ തന്നെ ആളുകൾ എണീറ്റിരുന്ന് കൈയിടിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടേഴ്സ് വർക്കൗട്ടാണ്. ഒന്നും അറിയണ്ട, ഉപ്പുകണ്ടം പ്രദേശം ആരാണെന്ന് പോലും അറിയണ്ട, എന്നിട്ട് ഉപ്പുകണ്ടം പ്രദേശത്ത് വണ്ടി കാണിക്കുമ്പോൾ തന്നെ കൈയിടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് എവിടെയെങ്കിലും വർക്കൗട്ട് ചെയ്യാം എന്ന് മനസ്സിലിട്ടിരുന്നു. പിന്നെ ആ പടത്തിൽ മുഴുവൻ പല സ്ഥലങ്ങളും അവർക്ക് കൈയിടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപ്പുകണ്ടം പ്രദേശ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാനൊരു ഒരു ടൈറ്റിൽ ഉണ്ടാക്കുകയും ഒരു കഥ ഫോം ചെയ്യുകയും അങ്ങനെ നോക്കി ആ കാസ്റ്റിംഗ് ഇങ്ങനെ നോക്കി. അപ്പോൾ ഒന്നിനൊന്നൊന്നും ഇങ്ങനെ നിൽക്കണം 1 by 1. ആദ്യം പൊക്കമുള്ള 3 കാര്യങ്ങൾ. അങ്ങനെ ക്യാപ്റ്റൻ രാജായൻ, നമ്മുടെ കീരിക്കാടൻ, ബാബു ആന്റണി, ജഗദീഷ്, ബൈജു, ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കി. ഗീത അഭിനയിച്ചു, മാധു, ഇവരെ വെച്ചൊരു സാധനം റെഡിയാക്കി. ഇവർ മാരുതി പിക്ചേഴ്സ് റെഡിയായിരുന്നു. കാരണം അവർക്ക് തൊട്ട് മുമ്പ് ചെയ്തു കൊടുത്ത 2 പടങ്ങളും സക്സസ് ആണ്. അപ്പോൾ പിന്നെ എന്നെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കല്ലൂർ ഡെന്നിസ് ഏട്ടൻ പറഞ്ഞു ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡെന്നിസ് ഏട്ടൻ അത് കറക്റ്റായിട്ട് ഒരു ഫോം വർക്കൗട്ട് ചെയ്ത് ജഗദീഷ് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു ആ പടത്തിന്. അങ്ങനെ ഉണ്ടായ പടമാണ് ഉപ്പുകണ്ടം പ്രദേശ്. എനിക്കൊരു 25 ഡേയ്സോ 26 ഡേയ്സ് കൊണ്ട് ആ പടം തീർന്നു. 5 ഫൈറ്റ് 6 ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഒരു പടം കോട്ടയം ബേസ് ചെയ്ത സാർ ഭയങ്കര ബമ്പർ ഹിറ്റായിരുന്നു. അതെനിക്ക് കൂടുതൽ മൈലേജായി. കാരണം അതിനകത്ത് പറയുമ്പോൾ ആരുമില്ല. അത് സുരേഷ് ബാബു എന്നുള്ള ഡയറക്ടർക്ക് ഒരു പേര് ഇങ്ങനെ മുകളിലോട്ട് ഗ്രാഫ് ഉയർത്തി തീർച്ചയായിട്ടും. കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു വിരട്ട് പടം എന്നുള്ള രീതി. പക്ഷേ നല്ല പേര് എനിക്ക് ഉണ്ടായി തന്നു. അവിടെ തൊട്ട് നമുക്കൊരു ഒരു കോൺഫിഡൻറ്റ് കാര്യങ്ങളായി. ചില സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് ഈ പാളയം വന്നപ്പോഴും അത് തന്നെ മനോജ് കെ ജയൻ്റെ സബ്ജക്റ്റ് ആയിരുന്നു. ആക്ച്വലി എൻ്റെ സുരേഷ് ഗോപിയും ബാബു ആന്റണിയായിരുന്നു യഥാർത്ഥ സ്റ്റാർ കാസ്റ്റ്. അത് കറക്റ്റായിരുന്നു ചെയ്തത്. അന്ന് ഈ പ്രൊഡ്യൂസർ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അവർ വെയിറ്റ് ചെയ്തു. അത് എനിക്ക് തോന്നുന്ന ഒരു 15-20 ദിവസം വരെ സുരേഷ് ഗോപി വെയിറ്റ് ചെയ്തു, ബാബു ആന്റണിയും വെയിറ്റ് ചെയ്തു. ഈ വരടുത്തേക്ക് എത്തിപ്പെട്ടാൻ നമ്മുടെ പ്രൊഡ്യൂസർ സെറ്റപ്പിന് പറ്റിയില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മനോജ് കെ ജയനെയും രതീഷ് ചേട്ടനെയും ഉർവശിയെ വെച്ച് പടം ചെയ്യേണ്ടി വന്നു. ആ പടവും കൊമേഴ്സ്യലി സക്സസ് പടമായിരുന്നു. അങ്ങനെ ഒക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇതിലാണ് പിന്നെ DNA വന്നത്. DNA ഒരു കോൺഫിഡൻറ്റിൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ്. DNA എന്ന് പറഞ്ഞപ്പോൾ റിലീസായ പടം ഒരു കോൺഫിഡൻറ്റിൻ്റെ പുറത്ത് ചെയ്യാൻ. കാരണം മേക്കിംഗ് സാധനങ്ങൾ സബ്ജക്റ്റ് വൈസിൽ നന്നാക്കി എടുക്കാൻ പറ്റും എന്നൊരു തോന്നലുകൊണ്ടാണ് ഒരു പുതിയ ഹീറോ ആയാലും പിന്നെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നും മാക്സിമം സപ്പോർട്ട്. ഞാൻ ആദ്യം പറഞ്ഞ വിത്തൗട്ട് കോംപ്രമൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കത് അങ്ങനെ ഒരു പടം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഒരു ആനകളെ വെച്ചൊരു പ്രായിക്കര പാപ്പാൻ, കുറേ ആനകളെ വെച്ചൊരു സാധനം, അതൊരു കോൺഫിഡൻറ്റിൻ്റെ പുറത്ത് നമുക്ക് ആനയെ വെച്ച് ഇങ്ങനെ മേക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഗ്രാഫിക്സ് പോലും ഇല്ല, റോപ്പ് പോലും ഇല്ല. ഒരാളെ ആനയുടെ പുറത്ത് കയറണമെങ്കിൽ വലിഞ്ഞ് തന്നെ കയറണം. ഇപ്പോൾ പൊക്കിയെടുത്തങ്ങ് വയ്ക്കാമല്ലോ, എവിടെ വേണമെങ്കിലും പൊക്കാം, എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതും ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ പരീക്ഷണം വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കൊമേഴ്സ്യൽ
പിന്നെ എന്താ പറയുക മസാലകൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം എവിടെ വീണാലും 4 കാലിൽ വീഴാൻ വേണ്ടിയിട്ട് ആക്ഷനും കാര്യങ്ങൾ കോമഡി ഒക്കെ വെച്ചിട്ട് അത് അന്ന് ഫുൾഫിൽ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ദൈവാദിനം കൊണ്ട് ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് കിട്ടി. ഒരു കൾട്ട് ക്ലാസിക് ആയിരുന്നല്ലോ കുഞ്ഞച്ചൻ. കുറച്ച് വർഷം മുന്നേ അതിൻ്റെ 2ാം ഭാഗമൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും വലിയൊരു വിജയമുള്ള സിനിമയുടെ പിന്നിൽ 2ാം ഭാഗം അനൗൺസ് ചെയ്യുമ്പോൾ സാർ എന്താ അതിൻ്റെ ഭാഗമാവാതിരുന്നത്? കോട്ടയം കുഞ്ഞച്ചൻ്റെ കോട്ടയം കുഞ്ഞച്ചൻ്റെ പാർട്ട് 2 ഐഡിയയേ ഇല്ലായിരുന്നു. അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ കിഴക്കൻ പത്രോസിന് പകരം കോട്ടയം കുഞ്ഞച്ചൻ പാർട്ട് 2 ചെയ്യാമായിരുന്നു, ഉറപ്പായിട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വർക്കൗട്ട് ചെയ്യാം എന്നൊരു ഇത് വന്നു. മമ്മൂക്കൊക്കെ അപ്പോഴും താല്പര്യമാണ്. നമുക്ക് അപ്പോഴും പറയും കോട്ടയം കുഞ്ഞച്ചൻ 2 ഓടും എന്ന് പറയും. ഞാൻ ഡെന്നിസായിട്ടൊന്നും ഇരുന്നു. പിന്നെ അത് അങ്ങോട്ട് വർക്കൗട്ടായില്ല. പിന്നെ ഇത് വന്ന് പിന്നെ കാലക്രമം എന്നാലും മമ്മൂക്കയുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നിന്നിട്ട് ഡെന്നീസ് ഞാൻ ഉന്തി നിന്നിട്ട് അവസാനം ഡെന്നീസും രഞ്ജി പണിക്കറും കൂടെ ഒന്ന് ഇരുന്ന് നോക്കി ഒരു മാസം. ഡെന്നീസ് കഥയുണ്ടാക്കി രഞ്ജി പണിക്കർ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് നമുക്ക് വിചാരിച്ച രീതിയിൽ വർക്കൗട്ടായില്ല. ഇടയ്ക്ക് എൻ്റെ അനിയൻ ഒരു കഥയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു അതിൻ്റെ കോട്ടയം കുഞ്ഞച്ചൻ്റെ. അത് എല്ലാ രീതിയിലും എല്ലാ തലകുത്തി മറിച്ചിലും നിറഞ്ഞിട്ടും നമ്മൾ അങ്ങനെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയില്ല കുഞ്ഞച്ചൻ്റെത്. അതുകൊണ്ടാണ് അത് പെൻഡിങ് ആയത്. അതിനുശേഷം മമ്മൂക്ക എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, നമ്മൾ മമ്മൂക്ക എടുത്തോ, നമുക്ക് എന്ത് വേണമെങ്കിൽ എടുത്തോ, ഒരു പ്രശ്നവുമില്ല. ആക്ച്വലി അതിൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെയിലും മുട്ടത്ത് വർക്കി സാറിൻ്റെയിലുമാണ്. പിന്നെ ഡെന്നിസ് ജോസഫിന് ഒരു ബന്ധമുണ്ട്. ഇതിൻ്റെ റൈറ്റ്സ്, വേറെ ആർക്കും അതിൻ്റെ റൈറ്റ്സ് ഒന്നുമില്ല. ഇടയ്ക്ക് മണിസാറിനെ ഇൻക്ലൂഡ് ചെയ്തു. അദ്ദേഹം പിന്നെ അത് അവരുള്ള ഡീലിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അത് നടന്നു. പക്ഷേ അവരെന്തോ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് എന്തായെന്ന് പിന്നെ ഞാൻ ചോദിച്ചില്ല. പിന്നെ കോട്ടയം കുഞ്ഞച്ചൻ നടക്കുന്നേ നടന്നോട്ടെ, ഒരു ബുദ്ധിമുട്ടും ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. സന്തോഷം അങ്ങനൊരു സംഭവം എടുത്താൽ. പക്ഷേ ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ 2 ഇല്ല. അത് ഞാൻ അന്നും പറഞ്ഞു. ഇനി മമ്മൂക്ക ചെയ്യാൻ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒരിക്കലും കുഞ്ഞച്ചൻ്റെ ഒരു സാധനമായിരിക്കില്ല, അത് ഡിഫറെൻ്റ് ഒരു സാധനം, ഡിഫറെൻറ്റ് പാറ്റേൺ. കാരണം കുഞ്ഞച്ചൻ ചെയ്യണമെങ്കിൽ ഒരു 10 വർഷത്തിനകത്ത് ചെയ്യണമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും സുരേഷ് ബാബു എന്നുള്ളൊരു പേരില്ലാണ്ട് കുഞ്ഞച്ചനെ ഓർക്കാൻ പോലും ഞങ്ങൾക്കാർക്കും എന്തായാലും പറ്റില്ല. അയ്യോ, അത് ചിലപ്പോൾ ഇനി വരുന്ന ടീം അതിനേക്കാൾ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതുമായിരിക്കും, അതിനേക്കാൾ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുമായിരിക്കും. അത് ഞാൻ അന്ന് നേരത്തെ പറഞ്ഞില്ലേ. പക്ഷേ കുഞ്ഞച്ചന് ഞങ്ങൾക്ക് തന്നത് സാറാണ്. അപ്പം സാറില്ലാതെ നമുക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല വ്യക്തിപരമായിട്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാരണം അങ്ങോട്ട് എന്നുള്ളത് നമ്മുടെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ എനിക്ക് അങ്ങനെ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു കോൺഫിഡൻ്റ് ആണത്. അത് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്ത് ഒപ്പിക്കാം. ഞാൻ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ഞാൻ ഇറങ്ങും. ആ പടമൊക്കെ സക്സസ് ആയിരിക്കും. ചില കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര കോംപ്രമൈസ്. എനിക്ക് 2 പടം വളരെ കുഴപ്പമായി. ഇത് മുഴുവൻ ഭയങ്കര കോംപ്രമൈസ്. നമ്മളൊരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്ത് വയ്ക്കും, പിന്നെ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നിൽക്കും. പിന്നെ അത് അങ്ങനെ വരുമ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഫെഡപ്പ് ആയി പോകും. കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല. അങ്ങനെ എനിക്ക് 2 പടം ഭയങ്കര അബദ്ധം പറ്റി, കഴിഞ്ഞ 2 പടം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ DNA എനിക്കൊരു ഓഫർ വന്നപ്പോൾ ഞാൻ പ്രൊഡ്യൂസറൊക്കെ ഒറ്റ കാര്യം പറഞ്ഞോളൂ, എനിക്ക് ഗ്രാൻഡായിട്ട് വിത്തൗട്ട് കോംപ്രമൈസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ DNA ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ വേറെ പ്രോജക്റ്റിലേക്ക് പോകും. കാരണം എന്തിനാണെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇവിടെ 160 സിനിമ ഒരു വർഷം മലയാള പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു 140ഓളം മിനിമം അതർ സൈഡ് പടങ്ങൾ, തമിഴും ഈ ഡബ്ബിങ്ങും തെലുങ്ക് ഡബ്ബിങ്ങും ഒക്കെ ഇവിടെ റിലീസാകുന്നുണ്ട്. ഈ 300 പടത്തിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ ഒരു ഉണക്കപ്പടം തട്ടിക്കൊട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പടം എന്തിനാണ്? ആൾക്കാർക്ക് ഇഷ്ടം പോലെ സ്കോപ്പ്, 300 സ്കോപ്പ് അല്ലെങ്കിൽ 300 എടുക്കാം. അതിൽ പോയിട്ട് ഈ ദരിദ്രം പിടിച്ച പടം എടുക്കേണ്ട എന്താണ് ആവശ്യം? 299 പടം വേറെ കിടക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആവാത്ത, ഞാൻ ഫുള്ളി തൃപ്തിയാവാത്ത ഒരു പടം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണ് ഈ DNA സംഭവിച്ചത്. കാരണം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മേക്ക് ചെയ്യാൻ എനിക്ക് പറ്റി, വിത്തൗട്ട് കോംപ്രമൈസ് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റി. അത് അല്ലാത്തൊരു പടം ഇനി ഞാൻ ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുന്നേ ഇല്ല. അതുകൊണ്ട് 3-4 പടങ്ങളെ ഞാൻ മൊത്തം ഇനി പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ ടോട്ടൽ എനിക്ക് ഫീൽഡ് തന്നെ ഞാൻ വിടാനുള്ള പ്ലാനാണ്. ഈ 3-4 പടവും മലയാളത്തിൻ്റെ മൈൽ സ്റ്റോൺ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2000 മാർക്ക് ആൻ്റണി വന്നു. അതിനുശേഷം ഏകദേശം 10 വർഷം സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടും വീണ്ടും ആ 10 വർഷത്തിന് ശേഷം വീണ്ടും വന്ന് വീണ്ടും ഒരു 10 വർഷത്തോളം, ഒരു 13 വർഷത്തോളം വീണ്ടും ഒരു ബ്രേക്ക്. അതായത് ഒരു 2 പതിറ്റാണ്ട് മലയാള സിനിമയ്ക്ക് സുരേഷ് ബാബു ഇല്ല. അപ്പോൾ ആ കാലയളവിൽ സാർ എവിടെയായിരുന്നു ശരിക്കും? മാർക്ക് ആൻ്റണി കഴിഞ്ഞിട്ട് ഞാൻ കുറേ സ്ക്രിപ്റ്റ് വർക്കിനായിട്ടിരുന്നു. അതെല്ലാം വലിയ റൈറ്റേഴ്സായിരുന്നു, ആരും മോശം റൈറ്റേഴ്സ് അല്ല. ഒരു മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് കായൽ സാമ്പ്രാട്ട് എന്ന് പറഞ്ഞു. അതിപ്പോൾ കഥ ഷാജി പാണ്ഡവത്തിൻ്റെ ആയിരുന്നു, തിരക്കഥ ഡെന്നിസ് ജോസഫ്, സംഭാഷണം ദാമോദരൻ മാസ്റ്റർ.
ആ പടം അനൗൺസ് ചെയ്തതാണ്. മമ്മൂക്ക ത്രിബിൾ റോൾ, അച്ഛനും 2 മക്കളായിട്ട്. അത് വർക്കൗട്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ വേറെ 1-2 കാര്യങ്ങളുണ്ട്, അത് മാറിപ്പോയി. പിന്നെ കാർത്തിക തിരുനാൾ കാർത്തികേയൻ മോഹൻലാലിൻ്റെ പ്രോജക്റ്റ് എക്സ്ട്രോണറി പ്രോജക്റ്റ് ആയിരുന്നു. അത് മഹേഷ് മിത്രയുടെ കഥ, ഡെന്നിസ് ജോസഫ് അതിൻ്റെ സ്ക്രിപ്റ്റ്, അത് വർക്കൗട്ട് ചെയ്ത് ലാലിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് നായികമാരെ ഒരുപാട് 5 നായികമാരോ 8 നായികമാരോ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ്, അത് വർക്കൗട്ട് ചെയ്ത് എല്ലാം റെഡിയായി വന്നു. മോഹൻലാൽ ആ പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. ആന്റണി പെരുമ്പാവൂർ ആ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയായിരുന്നു. അപ്പോൾ വേറൊരു വിങ് വന്നു, കാലിൽ സംസാരിച്ചു. അങ്ങനെ ഈ പ്രോജക്റ്റ് നമ്മൾ 100 രൂപയ്ക്ക് ചെയ്യേണ്ട പ്രോജക്റ്റ് അത് 1000 രൂപയുടെ പ്രോജക്റ്റാക്കി. അവർ പറഞ്ഞു ചെയ്തോളൂ, എന്ത് വേണേലും ചെയ്തോളൂ. അങ്ങനെ ഒരു വലുതാക്കി. അതും ലാസ്റ്റ് മൂമെൻറ്റിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ റീസൺ പറയുന്നില്ല, അത് മാറി. ഷൂട്ടിങ്ങിന് 1 മാസം മുമ്പേ ആ പ്രോജക്റ്റ് മാറി. ലാൽ 60 ദിവസം ഡേറ്റ് എനിക്ക് ഇട്ടിരുന്നതാണ്. 60 ദിവസം ഡേറ്റ്, ഒരു 20 ദിവസം വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ള രീതി. കാരണം അങ്ങനത്തെ പ്രോജക്റ്റാണത്, അന്ന് അങ്ങനെ എക്സ്ട്രോണറി പ്രോജക്റ്റാണത്. അദ്ദേഹത്തിന് അത്രയും ഹോപ്പ് ഉണ്ടായിരുന്നു ആ പ്രോജക്റ്റ്. 100%. ഓണം റിലീസ് അനൗൺസ് ചെയ്തു. ആ പടം ഓണത്തിന് വേണമെന്ന് പറഞ്ഞ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും വിളിച്ച് പറഞ്ഞു. ഓണപ്പടം അതായിരുന്നു മോഹൻലാലിൻ്റെ. വാർത്തകളൊക്കെ എത്ര കോൺഫിഡൻ്റ് ആയിരിക്കണം അത് പറഞ്ഞു. അതുകൊണ്ട് എന്ത് പറ്റി, എനിക്ക് പിന്നെ ലാലിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ടായി എനിക്ക് ഇതായിട്ട്. വേറെ ഒന്നല്ല, പിണക്കമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു അപ്രോച്ച് ചെയ്യണം. കാരണം എല്ലാം ഗ്രീൻ സിഗ്നൽ തന്നിട്ട് പിന്നെ ആ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒരു അവസ്ഥ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സുരേഷ് ഗോപിയെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. സുരേഷ് ഗോപി വെച്ച് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ജോൺ SG കെനഡി എന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ സബ്ജക്റ്റാണ്. അത് പ്ലാൻ ചെയ്ത് സുരേഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ പ്രൊഡക്ഷൻ ടീമിൻ്റെ വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ കോസ്റ്റ് കൂടും എന്നുള്ള രീതിയിൽ അത് വന്നു. കാരണം അത് കോസ്റ്റ് കൂടും, അങ്ങനെ ചെയ്താലേ ആ പ്രോജക്റ്റ് നിൽക്കത്തുള്ളൂ. പക്ഷേ അവിടെയും ഈ പടത്തിൻ്റെ പുറത്തോ ഈ സബ്ജക്റ്റിൻ്റെ പുറത്തോ അല്ല ഇവർക്ക് വിശ്വാസം വരുന്നത്. കോസ്റ്റ് കൂടും എന്ന് പറഞ്ഞു. എന്നാൽ ഈ പടം എടുത്താൽ ഹിറ്റാകും, അല്ല ഇത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അതൊരു എക്സ്ട്രാ ഓർഡിനറി സാധനമാണെന്ന് ഇവർക്ക് തോന്നിയ ആ പ്രോജക്റ്റിൽ കൈ തന്നേനെ. അത് കോസ്റ്റ് ഇവിടെ കട്ട് ചെയ്യോ അവിടെ കട്ട് ചെയ്യോ, അങ്ങനെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആ പ്രോജക്റ്റ് അത് പെൻഡിങ് ആയി. ഇത് കഴിഞ്ഞ് ഞാൻ കടമറ്റത്ത് കത്തനാർ എല്ലാം സെറ്റ് ചെയ്ത് കാരണം ചെന്ന് മമ്മൂക്കടക്ക് ചെന്ന് പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു, ആദ്യം മമ്മൂക്കട പറഞ്ഞു അത് വേണോ ആലോചിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സബ്ജക്റ്റ് കാര്യങ്ങളെ ഒന്നും ആകുന്നില്ല. അപ്പം ശരി, ആദ്യം പറഞ്ഞ് കത്തനാർ ചെയ്യാം. കാരണം കത്തനാർ ഞാൻ കടമറ്റത്ത് കത്തനാർ സീരിയൽ എൻ്റെതാണ്, അത് റെക്കോർഡ് ഹിറ്റാണ്. അപ്പോൾ അത് എൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മമ്മൂക്കടക്ക് പറഞ്ഞു, മമ്മൂക്കാർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വർക്കൗട്ട് ചെയ്തൊക്കെ വന്ന് ഇതേ ഗോപാലട്ടനാണ്, ഗോകുലം ഗോപാലട്ടൻ തന്നെയാണ്. ഗോപാലട്ടനോട് പറഞ്ഞു, ഗോപാലട്ടൻ ഞാൻ ഒരു സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കടമറ്റത്ത് കത്തനാരാണ്, ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവതാറിൻ്റെ ടീം 3D അവതാറിൻ്റെ ടീം മറ്റവരായിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്ത് മിനിമം 100 CR മേളിൽ ആ പ്രോജക്റ്റിന് വേണം. പിന്നെ ഗ്രാഫിക്സ് വർക്ക് ഭയങ്കരമായിട്ട് വേണം. എന്നതല്ല, ഈ 2.5 മണിക്കൂർ കൊണ്ട് ഈ സിനിമ ഒതുക്കിയെടുക്കുന്നത് അതിനേക്കാൾ ഭീകരമാണ്. മിനിമം എൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ കടമറ്റത്ത് കത്തനാരുടെ സബ്ജക്റ്റ് 10 മണിക്കൂറെങ്കിലും ഇല്ലാതെ ആ സബ്ജക്റ്റ് പറയാൻ പറ്റത്തില്ല. ഇനി ആരെടുത്താലും ഈ പറഞ്ഞാൽ 10 മണിക്കൂറെങ്കിലും ഇല്ലാതെ കടമറ്റത്ത് കത്തനാരുടെ കഥ ഒരുവിധം തൃപ്തിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അതിന് പാർട്ട് 2 പാർട്ട് 3 തിരിക്കാനും പറ്റത്തില്ല. കാരണം അത് എൻ്റെ ഒരു ഫ്ലോ അങ്ങനെയാണ്. എനിക്ക് മനോഹരമായി ഞെട്ടുന്ന ക്ലൈമാക്സ് എൻ്റെ കയ്യിലുണ്ട് കടമറ്റത്ത് കത്തനാരുടെ, ഞെട്ടുന്ന ക്ലൈമാക്സ്. അപ്പോൾ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ കോസ്റ്റ് ഹൈ ആവണം. പിന്നെ കടമറ്റത്ത് കത്തനാർക്ക് വേറൊരു കുഴപ്പമുണ്ട്, കേരളത്തിൽ ഭയങ്കര ഹിറ്റാവും. കേരളം വിട്ട് ഇത് ഓടാൻ വലിയ സാധ്യത കുറവാണ്. ഇത് പക്കാ നേറ്റിവിറ്റിയുള്ള സബ്ജക്റ്റാണ്, കേരളത്തിൽ നടന്ന സബ്ജക്റ്റാണ്. ഇത് വേറൊരു രൂപത്തിൽ ഇനിയിപ്പോൾ കേരളം വിട്ട് ചെന്നൈയിലോ അല്ലെങ്കിൽ ബോംബെയിലോ ഇത് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് അങ്ങനെ ഒരു മലയാള പടമായിട്ട് കണ്ട നേറ്റിവിറ്റി സബ്ജക്റ്റാണ്. അതും എന്നെ സംബന്ധിച്ചോളം നല്ല പേടിയായി. ഒരിക്കലും എനിക്കറിയാം 100 കോടി സ്പെൻഡ് ചെയ്താൽ കത്തനാർക്ക് കിട്ടത്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ പെൻഡിങ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഗോപാലട്ടൻ്റെ തന്നെ വേറൊരു സെറ്റപ്പ് ചെന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ പ്രോജക്റ്റ് നടക്കുന്നു. എന്തോ കത്തനാർ അതിൻ്റെ സബ്ജക്റ്റോ എന്തോ മാറ്റിയോ എന്തോ ചെയ്യുന്നുണ്ട് കത്തനാർ. പിന്നെ ഞാൻ ബാബുവിനെ വെച്ച് പ്ലാൻ ചെയ്യും. എന്നാലും എവിടെയുള്ള പ്രശ്നം ടെക്നിക്കൽ സൈഡ് ആ പടം ഭയങ്കരമായിരിക്കും, അതിന് നിൽക്കത്തില്ല. അങ്ങനെയാണ് ഞാൻ അതും അത്ര കുറേ കാലം എനിക്ക് നഷ്ടമായി. ഇതിനിടയ്ക്കാണ് ഞാൻ കടമറ്റത്ത് കത്തനാർ സീരിയൽ ചെയ്തു, വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. ഓൾ ലാംഗ്വേജ് ഡബിങ് പോയി, എനിക്ക് നല്ല പേരും അത്യാവശ്യം സാമ്പത്തിക ഗുണമുണ്ടായതാണ്. പിന്നെ അതിനുശേഷം അലാവുദ്ദീൻ്റെ അത്ഭുത ബ്ലാക്ക് അത് ചെയ്തു, അത് ഹിറ്റായിരുന്നു. സെയിൻറ്റ് ആൻ്റണി എന്ന് പറഞ്ഞൊരു 100 എപ്പിസോഡ് ഒരു സീരിയൽ. പക്ഷേ ഇതെല്ലാം ടെക്നിക്കലി അല്ലെങ്കിൽ സിനിമയേക്കാൾ മുകളിൽ നിൽക്കുന്ന സീരിയൽസാണ്. കത്തനാരൊക്കെ ഒരു തരംഗം തന്നെയായിരുന്നു. കത്തനാർ, വിക്രമാദിത്യൻ എന്താ പറയുക, ടെക്നിക്കലി ഹൈ സാധനമാണ്. ആദ്യത്തെ എപ്പിസോഡ് മുതൽ അവസാനത്തെ എപ്പിസോഡ് വരെ TRP ബ്രേക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞ അങ്ങനെ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ കളഞ്ഞതല്ല. പിന്നെ ഞാൻ ഒന്ന് പ്രിപ്പറേഷൻ അങ്ങനെ കൊണ്ടാണ് ഈ സമയമൊക്കെ അങ്ങ്
പോയത്. അല്ല മമ്മൂക്കയുടെ ഡേറ്റ് ഉണ്ട്, മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ട്, സുരേഷ് ഗോപിയുടെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, അല്ല പ്രൊഡ്യൂസേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല. അബാൻ എബ്രഹാം ഒക്കെ അന്ന് തൊട്ടേ പറയാണ് എപ്പോഴെങ്കിലും പടം ചെയ്യൂ എന്ന് പറയും. മണിസാറിന് വേണ്ടി എപ്പോഴെങ്കിലും പടം ചെയ്യാമായിരുന്നു, ഗോവാലട്ടന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും പടം ചെയ്യാമായിരുന്നു. അങ്ങനെ പ്രൊഡ്യൂസർ ഒരു സെറ്റപ്പിൻ്റെ കുഴപ്പമല്ല, ഈ പ്രോപ്പർ ഒരു സാധനം കണ്ടൻറ്റ് വന്നില്ല. അന്ന് ഡെന്നിസ് ജോസഫും ഈ പറഞ്ഞ പോലെ ഒരു എഴുത്തിൽ നിന്ന് അങ്ങ് ടോട്ടൽ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ അങ്ങ് മാറി. അപ്പോൾ എനിക്കൊരു ഒരു ഒരു ഗ്രിപ്പില്ലാതായിപ്പോയി. കാരണം ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനോ, ഞാൻ കണ്ടമാനം കഥകൾ കേട്ടു, പക്ഷേ ഒന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ആവുന്ന ഒരു സാധനമോ, വെറുതെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യേണ്ട അവസ്ഥയിലേക്കായി പല സിനിമകളുടെ കഥകളും. അങ്ങനെ ഞാൻ ഒത്തിരി വലിയ റൈറ്റേഴ്സായിട്ടിരുന്നു, ഒത്തിരി 3 വർഷം ഒക്കെ ഒരു 2 റൈറ്റർമാരുടെ ഇരുന്ന് അങ്ങനെ വരെ ഇരുന്നു, 3 വർഷം അങ്ങനെ പല ഇതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയി. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചെറിയ വർക്കുകൾ ഇടയ്ക്കൂടെയൊക്കെ ചെയ്തുകൊണ്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നമുക്കത്. ഡെന്നിസ് സാറിൻ്റെ വിയോഗം ഒരു വലിയൊരു അടിയാണല്ലോ അല്ലേ? 100%. കാരണം ഡെന്നിസ് ഇപ്പോൾ ഞാൻ ഡെന്നിസിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാത്ത പടത്തിനും ഡെന്നിസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? എൻ്റെ പുതിയൊരു കഥ കേട്ടാൽ ഡെന്നിസിൻ്റെ അടുത്തേക്കാണ് നേരെ വരുന്നത്. എനിക്കൊരു ഓക്കെ ആയി തോന്നുന്ന സബ്ജക്റ്റ് നേരെ ഡെന്നിസിൻ്റെ അടുത്ത് വിടും. അപ്പോൾ ഡെന്നിസ് അത് നോക്കും, എന്നിട്ട് അത് നോക്കിയിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ എല്ലാ ഹെൽപ്പും അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അതെന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ നഷ്ടമാണ്, തീരെ നഷ്ടമാണ്. ഒരു മഹേഷ് മിത്ര എന്ന് പറഞ്ഞത് എൻ്റെ ഒരു നല്ലൊരു കഥാകൃത്ത് കാര്യങ്ങളുണ്ടായിരുന്നു, നല്ല വിവരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരിച്ചു. എന്തെങ്കിലും ത്രെഡ് എന്ന് പറഞ്ഞാൽ പുള്ളി 4 ത്രെഡ് ഇട്ട് തരും. ഞാൻ മോഹൻലാലൊക്കെ കഥ പറയാൻ പോയത്, ഞാൻ ലാലൊക്കെ പറഞ്ഞു ലാലെ എനിക്കൊരു 1 hour വേണം, നല്ല ഇരിക്കണം എന്ന് പറഞ്ഞു. ലാല പറഞ്ഞു 2 hours എനിക്ക് തരാം, എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, 2 മണിക്കൂർ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ലൊക്കേഷനിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ലൊക്കേഷനിൽ നിന്ന് കഥ പറയാൻ പറ്റും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. 11 മണിയായപ്പോൾ അദ്ദേഹം ഒരു റൂമിൽ വന്ന് AC ഇട്ട് ഇരുന്നു. എൻ്റെ പറഞ്ഞു 1 മണി വരെ കഥ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുമില്ല, 4 കഥകൾ പറയാം, എല്ലാം കുറച്ച് കണ്ടൻറ്റ്, അല്ല വലിച്ചു നീട്ടി ഇവരെ ബോറടിപ്പിക്കില്ല. ഇതിൻ്റെ ഫ്രെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് വർക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ 4 കഥയും മോഹൻലാലിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അപ്പോൾ ലാൽ പറഞ്ഞു 4 എനിക്ക് ഇഷ്ടപ്പെട്ടു, സുരേഷിന് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഞാൻ പറഞ്ഞു ഇതല്ല, ഒരു ത്രെഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, പക്ഷെ ഒന്നും ആയിട്ടില്ല, ക്യാരക്ടറും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെന്താണെന്ന് പറഞ്ഞു. മഹേഷ് മിത്ര എൻ്റെ കണക്ക് പറയാം 2-3 മിനിറ്റിലാണ് ആ ത്രെഡ് പറഞ്ഞത്. ലാൽ പറഞ്ഞു എനിക്ക് ഈ ത്രെഡ് മതി എന്ന് പറഞ്ഞു, ഇത് കൺഫേം എന്ന് പറഞ്ഞു. അപ്പോൾ കാർത്തികൻ മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫോമും രീതിയും. അപ്പോൾ മഹേഷ് മിത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളും എനിക്ക് നഷ്ടപ്പെട്ടു. ചുനക്കര രാമൻകുട്ടി, അതെന്തുണ്ടെങ്കിൽ ഞാൻ അധികമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു. എനിക്ക് ഒരു സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ നിന്ന് പിന്നെ 1-2 ആൾക്കാരുണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളായിട്ട്. അതാണ് യഥാർത്ഥത്തിലൊരു ഗ്യാപ്പ് വന്നത്. ഇപ്പോൾ എൻ്റെ ബ്രദർ സജി ഫുള്ളി നമുക്ക് സപ്പോർട്ടായിരുന്നു. അവൻ സീരിയലിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അങ്ങനെ വന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട പോലെ ആയിപ്പോയി. അപ്പം ലാലേട്ടനായിട്ടൊരു സിനിമ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഭാവിയിൽ? ഉറപ്പായിട്ട്. ഞാൻ മോഹൻലാലിൻ്റെ സബ്ജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, മമ്മൂക്കയുടെ സബ്ജക്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാലിൻ്റെയൊക്കെ ഞെട്ടുന്ന സബ്ജക്റ്റാണ്. ഞാനിപ്പോൾ ലാലായിട്ട് ഡിസ്കസ് ചെയ്ത് 2 സബ്ജക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അതിൻ്റെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. വലിയ പ്രോജക്റ്റുകളാണ്. മമ്മൂക്ക വെച്ചൊരു പ്രോജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ബാബുവിനെ വെച്ചൊരു പ്രോജക്റ്റ് എനിക്ക് മനസ്സിലുണ്ട്. കാരണം ബാബു ഞാനായിട്ട് അത്ര ഒരു ബ്രദർലി അഫെക്ഷനാണ്. അപ്പോൾ ബാബുവിനെ വെച്ചൊരു ഞെട്ടുന്ന ഒരു ആക്ഷൻ സബ്ജക്റ്റ് ഇങ്ങനെ ബോബ് ആൻ്റണി എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. IPS എന്നൊരു പ്രോജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഭാവി പരിപാടികൾ. ഇപ്പം 13 വർഷത്തിന് ശേഷം സാറ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്, ഏകദേശം 13 വർഷത്തിന് ശേഷം. അപ്പം DNA ആയിട്ട് വരികയാണ്. ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും എന്താണ് DNA-യിൽ സാറ് കാണുന്നൊരു പ്രത്യേകത? DNA എൻ്റെ ട്രാക്കിലുള്ള പടമേ അല്ല, അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. മുമ്പ് ഇത്തിരി മാറിയിട്ട് കസ്റ്റംസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് ചെയ്തിട്ടുണ്ട്. DNA എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രാക്കിൽ നിന്ന് മൊത്തം മാറണമെന്നുള്ള ആഗ്രഹമാണ്. അറിയാം, എൻ്റെ ഒരു നാടൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പ്ലസ് ഇടി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി സബ്ജക്റ്റ് എനിക്ക് എല്ലാ പടവും എനിക്ക് സക്സസ് ആണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറിയിട്ട് ഒരു മുണ്ടും ജുബയും അല്ലെങ്കിൽ ഒരു നാടൻ ഒരു കുടുംബത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു രീതിയാണ്. അങ്ങനെ നോക്കിയപ്പോൾ മൊത്തത്തിലൊരു മാറ്റം വേണമെന്ന് വെച്ചിട്ടാണ് DNA-യിലേക്ക് വന്നത്. ഞാൻ ചെയ്ത പ്രോജക്റ്റ്, ഞാൻ ചെയ്യുന്ന ടൈപ്പേ അല്ല ഈ പടം, മനസ്സിലായില്ലേ? അതൊരു വേറെ എൻ്റർലി ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ചിത്രമാണ് DNA. പക്ഷെ നല്ല റിപ്പോർട്ടാണ് പറഞ്ഞുകൊണ്ടിങ്ങനെ ഡയറക്ടറും കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മൾ മാറി ചെയ്ത ട്രാക്ക്. ഇനി ഒരു പ്രോജക്റ്റും കൂടെ, ഇപ്പോൾ IPS ഉണ്ടെങ്കിൽ IPS അതും കൂടെ ചെയ്തിട്ട് വീണ്ടും എൻ്റെ പാറ്റേണിലേക്ക് തന്നെ ഞാൻ പോകുന്നുണ്ട്. മമ്മൂക്കയുടെ ഒരു എൻ്റർലി ഒരു വ്യത്യാസമായ ഒരു സബ്ജക്റ്റാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അത് ചെയ്യാൻ മോഹൻലാലിൻ്റെ കയ്യിലേക്ക് പോകും. ഇനി മമ്മൂക്കയുടെ ഡിലേ ആവണേ മോഹൻലാലിൻ്റെ പ്രോജക്റ്റ് മുമ്പോട്ട് കയറും. പക്ഷേ മോഹൻലാലിൻ്റെ പ്രോജക്റ്റ് മിനിമം 2 years എടുക്കും അത് തീർന്ന് വരാനായിട്ട്.
വലിയ സിനിമയാണ്, വലിയ സിനിമ, ഇതെല്ലാം വലിയ സിനിമയാണ്, ഒന്നും ചെറിയ സിനിമയല്ല. DNA അഷ്കർ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അസ്കറാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. കാരണം അസ്കറിന് ഒരു ഓഫർ എന്നെ നമ്മുടെ KV അബ്ദുൾ നാസർ, അദ്ദേഹത്തിന് എല്ലാവരും ബോസ് എന്നാണ് പറയുക. ബോസ് എനിക്ക് അസ്കർ സൗദാനാണ് പറഞ്ഞു, നല്ലൊരു പ്രോജക്റ്റ് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു, നീ ഒരു പ്രോജക്റ്റ് റെഡിയാക്കെന്ന് പറഞ്ഞു. അസ്കർ ആരോക്കെ അടുത്തൊക്കെ പോയി, എന്നിട്ടത് വന്നു, അവരെ പ്രൊഡ്യൂസറായിട്ട് ഡിസ്കഷൻ ഇരുന്നു, ഒന്നും അങ്ങോട്ട് അവർക്ക് തൃപ്തിയായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം, ഇയാൾ അസ്കർ ഞാനായിട്ട് പണ്ട് തൊട്ടേ അടുപ്പമാണ്, എൻ്റെ 1-2 വർക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനൊരു അനിയനെ പോലെയാണ്. അപ്പോൾ എന്നെ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു നല്ലൊരു സബ്ജക്റ്റ് വേണം, ആരെങ്കിലും ചേട്ടാ ഏതെങ്കിലും റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ എന്ത് ടൈപ്പ് സബ്ജക്റ്റാണ് വേണ്ടത്? ഒരു പോലീസ് ഓഫീസറാണ് എനിക്ക് ആഗ്രഹം, അവർക്കും അതാണ് ആഗ്രഹം. നമ്മൾ ശരി ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞു പോലീസൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. പോലീസ് ചെയ്ത ഇടിച്ച് ഗേറ്റ് നിർത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. അതിൻ്റെ മുകളിലൊരു പോലീസ് വരണമെങ്കിൽ അതിൻ്റെ മുകളിലെങ്കിലും പോയാൽ, അല്ലെങ്കിൽ പകുതിയെങ്കിലും നിന്നാലേ ഇനി ഒരു പോലീസ് ഓഫീസർ എറിക്കുകയുള്ളൂ. അത് മനസ്സിൽ വെച്ചിട്ട് വേണം പോലീസിനെ തൊടാനായിട്ട്. മമ്മൂക്കയെ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു പോലീസ് ചെയ്യാൻ. അത്ര നിസ്സാര കളിയല്ല പോലീസ് എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല ചേട്ടാ, ഞാൻ പല റൈറ്റേഴ്സിനെയും വിളിച്ച് എനിക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞു, ഒരു പോലീസ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെയൊക്കെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം എന്തായി ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം, ഏതാണ്ടൊക്കെ ആയി. ഞാൻ AK സന്തോഷിനോട് പറഞ്ഞിട്ടുണ്ട്, ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് വേറെ 2 റൈറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, വേറെ ഉള്ളാട്ടിൽ പ്രസാദ്, പിന്നെ ജോസും വിനോദ്, ഇവരൊക്കെ അങ്ങനെ എൻ്റെ റൈറ്റേഴ്സാണ് ഇവരൊക്കെ. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും അങ്ങോട്ട് ഇതായില്ല. അവസാനം എൻ്റെ ചേട്ടാ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ചേട്ടാ, ചേട്ടനൊന്നും തോന്നരുത്, എന്താണ് ചേട്ടൻ ഈ പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു ഗ്യാപ്പ് വേണ്ടി നിൽക്കുകയാണ്, എനിക്കൊരു വലിയ പിടിവള്ളിക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇല്ല ചേട്ടാ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ പ്രൊഡ്യൂസറായിട്ട് സംസാരിക്കണം, ഞാൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല, വിത്തൗട്ട് കോംപ്രമൈസ്, ഒരു കോംപ്രമൈസും ഇല്ലാതെ ഈ പടം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാം. അല്ല കോംപ്രമൈസ് ആണെങ്കിൽ ഞാനില്ല, എൻ്റെ മോനെ കഴിഞ്ഞ 2 പടം എനിക്ക് കോംപ്രമൈസിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേട്ടാ അവർ എന്ത് വേണമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഫോണിൽ അവരായിട്ട് സംസാരിക്കണം. അവർ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കോൺഫിഡൻ്റായി. അപ്പോൾ ഇവൻ്റെ പറഞ്ഞു പടം ഞാൻ ചെയ്തുതരാം. അച്ഛനോട് പറഞ്ഞു ഈ പടം ഞാൻ ഡയറക്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്ന് വിളിച്ചു. അപ്പോൾ സന്തോഷമാണ് ഒരു ഫ്രെയിം കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഞാനും സന്തോഷും ഈ അസ്കർ സൗദാനും കൂടെ ഈ പ്രൊഡ്യൂസർ അടുത്ത് നിന്നിരിക്കുന്നു. അവരെ 1-2 ആൾക്കാരും കൂടെ ഇരുന്നു, ഒരു ഫ്രെയിം ഇങ്ങനെ പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന സബ്ജക്റ്റാണ് ഈ പറഞ്ഞ പോലെ DNA എന്ന് പറഞ്ഞത്. അത് DNA യഥാർത്ഥത്തിൽ അസ്കർ സൗദാൻ കൊണ്ടുവന്ന സബ്ജക്റ്റും അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ഇതുമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പോലീസ്, അപ്പോൾ ഇതിനകത്ത് പോലീസ് കൂടുതലായിട്ട് ഇടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഇയാൾക്ക് ഒരു ക്യാരക്ടറൈസേഷൻ വേണം. ആദ്യമേ ഒരു യൂണിഫോം ഇട്ട് വന്നാൽ ഒരിക്കലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു എസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റിന് വേണമെങ്കിൽ പോലീസ് ഓഫീസറായിട്ട് വരാം. പിന്നെ ഒരു കമ്മിങ് അപ്പ് ഒരു ഹീറോയ്ക്ക് ആദ്യമേ പോലീസായിട്ട് വന്നാൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ചിലർക്ക് ഇപ്പോൾ വിജയ് സേതുപതിയെ പോലുള്ളവർക്ക് ക്ലിക്കായി കാണും. എന്നാലും ഒരു വേറെ യൂണിഫോം വിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഇവന് വേറെ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു രീതിയിൽ പഠിച്ച് ഈ ക്യാരക്ടർ ഞാൻ സന്തോഷത്തോട്ട് കാണാൻ കൂടെ പറഞ്ഞു. സന്തോഷം ഈ ചിലപ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും ഈ വേഷം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപിയെ വെച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ ഇപ്പുറത്ത് ചെയ്യുന്നു, അസ്കർ സൗദാൻ ഹീറോ, സുരേഷ് ഗോപി വേറെ ഇപ്പുറത്തെ ഒരു പോലീസ് ഓഫീസർ എന്ന രീതിയിൽ ഫുൾ ഏതാണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇത് നേരെ ഫീമെയിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ലക്ഷ്മി റോയിലേക്ക് ഈ പടം സബ്ജക്റ്റ് വരുന്നത്. കാരണം ആദ്യമേ ഒരു ഫീമെയിലാണ് ഈ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നാച്ചുറലി എങ്ങനെ എഴുതിയാലും മുകളിലോട്ട് പൊങ്ങത്തില്ല, ഒരു പരിധിയിൽ കൊണ്ട് നിർത്തും. ഒരു ലേഡി അല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെയല്ലേ സാധാരണ ലേഡി, ഒരു എക്സ്ട്രീം ലേഡി പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ അത്രയും വരുമോ എന്നൊക്കെ തോന്നും. അതുകൊണ്ട് നേരെ ഒരു ഹീറോയെ വെച്ചിട്ട് ഹീറോയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ലക്ഷ്മി റോയിലേക്ക് പോയി. കാരണം വിജയശാന്തിയൊക്കെ ചെയ്ത ഒരു സാധനം അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ കിടന്നത്. അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ഒരു പടം സംഭവിക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത റിപ്പോർട്ടുണ്ട്, എല്ലായിടത്തും നല്ലതെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും, റൈറ്റർക്കും ഡയറക്ടർക്കും അടക്കം നല്ല പേരാണെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക പടം കണ്ടിരുന്നു? മമ്മൂക്കയൊക്കെ പടം കാണിക്കണം. മമ്മൂക്ക ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് വന്ന് ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് തന്നത്. DNA എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചും അവിടെ വെച്ച് തന്നെ IPS എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത പടത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചും ചെയ്തു തന്ന പുള്ളിക്കാരനാണ്. രണ്ടും അദ്ദേഹത്തിന് കാണണം എന്ന് പറഞ്ഞ് ഈ ബഹളം കഴിഞ്ഞ പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ട്. സാർ ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിലും അതിന് മുന്നേ സിനിമ എടുത്ത ആളാണ്. 2 തരത്തിലുള്ള എക്സ്പീരിയൻസും ഉണ്ട്. സാറിന് ഏറ്റവും എളുപ്പമായിട്ടും എന്താ പറയുക സന്തോഷം വർക്ക് ചെയ്യാൻ തോന്നിയത് ഏതാണ്? അതായത് നമ്മൾ ഇപ്പോൾ സീരിയൽസ് അന്ന് ഈ പറഞ്ഞ പോലെ ഡിജിറ്റലിൽ തന്നെയാണ് വർക്ക് നടന്നത്. അന്ന് സീരിയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മോണിറ്ററിൽ നമുക്ക് കളറിൽ കാണാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ ഡിജിറ്റലിൽ വന്നത്.
സിനിമയിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഫിലിം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് മോണിറ്റർ കാണാം, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ഞാൻ ഈ ഉപ്പ് കണ്ട മറീസ് പാർട്ട് 2 എന്നുവെച്ചാൽ ഉപ്പ് കണ്ട മറീസ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന പടം ചെയ്തത് പുള്ളി ഡിജിറ്റലിലാണ്. SI2K എന്ന് പറഞ്ഞ ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ടാണ് ആ പടം ഫുൾ ഷൂട്ട് ചെയ്തത്. അന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ചു പറഞ്ഞത് വലിയ പാടാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അത് SI2K അതിൽ ഷൂട്ട് ചെയ്ത് അതിൽ എഡിറ്റ് ചെയ്ത് പിന്നെ ഫിലിമിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ്. അന്നിങ്ങനെ ഇതില്ല, അപ്പോൾ ഫിലിമിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് തിയേറ്ററിൽ ആ പടം കളിച്ചത്. അപ്പോൾ അതൊരു ഡിജിറ്റൽ ഫിലിമാണ്, നമുക്ക് ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു വേറെ ഇതൊന്നും ഇല്ലാവില്ല. പിന്നെ അന്ന് ക്യാമറ അതൊക്കെ വലിയ വെയിറ്റുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എന്നാലും നമ്മൾ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഞാൻ തുടങ്ങി. അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഈ സീരിയൽസിൽ ഈ ഗ്രാഫിക്സിൻ്റെ വർക്ക് എല്ലാം ചെയ്തു. കാരണം ഗ്രാഫിക്സ് കത്തനാറിലൊക്കെ എക്സ്ട്രോണറി അതാ പറഞ്ഞത്. അപ്പോൾ ഗ്രാഫിക്സ് സൈഡും നമുക്ക് എളുപ്പമായി. അത് ഞാൻ സ്റ്റീരിയോയിലൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ആ സൈഡ് സൗണ്ട് സൈഡും നമുക്ക് തറവായി. ഉപ്പണ്ട പ്രദേശ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്തു. അതിനു മുമ്പ് സ്റ്റാലിൻ ശിവാസ് എന്ന പടം ഞാൻ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്തു വെച്ചാൽ ഈ ഫിലിമിലേക്ക് ഷൂട്ട് ചെയ്ത് അത് ഡിജിറ്റൽ പോയി അതൊക്കെ എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്തൊക്കെ ഡിജിറ്റലിലൊക്കെയാണ്. മമ്മൂക്ക ചെറിയ ടിവിയുടെ മുമ്പ് ഇരുന്നിട്ടാണ് ഡബ് ചെയ്തത്. അന്ന് വലിയ സ്ക്രീൻ വന്നിട്ടില്ല. എന്നിട്ട് പിന്നെ ഒരു പ്രൊജക്ടർ വെച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഒരു ചെറിയ ഒരു മിനി തിയേറ്റർ പോലെ ഇരുന്നിട്ടാണ് മമ്മൂക്ക പടം സ്റ്റാലിൻ ശിവാസ് ഡബ് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങി നമ്മുടെ ഡിജിറ്റൽ കളി. പിന്നെ ഞാൻ ചെയ്യുന്നത് ഫുൾ പടം ചെയ്യുന്നത് DNA. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നില്ല. DNA വന്നു. ഇത് മാക്സിമം അതിൻ്റെ ഒരു സാധ്യതകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. വിഷ്വൽ സൈഡിലായാലും ശരി, ഈ പറഞ്ഞ പോലെ CG സൈഡിലായാലും ശരി, ഈ പറഞ്ഞ പോലെ സൗണ്ട് സൈഡിലായാലും ശരി, എല്ലാം അതിൻ്റെ മാക്സിമം ഞാനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാരണം അടുത്തതിൽ ഇതിനേക്കാൾ മുകളിൽ എന്നുള്ള തോന്നൽ ഞാൻ ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള പടങ്ങൾ ഇനി ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ മോണിറ്ററൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു ആക്ടറെ കൊണ്ട് ഇങ്ങനെ അഭിനയിപ്പിച്ചിട്ട് ഒരു തൃപ്തി വരുന്നത് എങ്ങനെയായിരുന്നു ശരിക്കും? പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്തൊരു എക്സ്പീരിയൻസ്? അത് നമ്പർ ഓഫ് ഷോർട്സ് അന്ന് മീഡിയം ഷോർട്സ് അത്രേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്താണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. ഇടയ്ക്ക് ട്രാക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കണം. എന്തെങ്കിലും തെറ്റി ഞാൻ ഓൾറെഡി നമ്മൾ ക്യാമറാമാനോട് പറഞ്ഞിരിക്കും, എന്തെങ്കിലും ട്രാക്ക് മൂവ്മെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ പറയണമെന്ന്. കാരണം ഇത് നമ്മൾ ഇവിടെയല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവരെ ഈ ഫ്രെയിമിലാണ് ഇവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് അതെടുക്കും. പിന്നെ അന്ന് പണ്ടാരെ പറഞ്ഞാൽ നമ്മൾ വിറകിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നില്ലേ, അതും ചെയ്തു. ഇപ്പോൾ ഗ്യാസുമായി, ഇപ്പോൾ എല്ലാ സിസ്റ്റമായി. അപ്പോൾ അന്ന് അത് നമുക്ക് കംഫർട്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ മാറിയപ്പോഴാണ് അത് അയ്യോ കഷ്ടമെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. ഓരോ ആക്ഷനിലും ഓരോ റിയാക്ഷനിലൊക്കെ നമുക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. ക്യാമറമാനെ നമ്മൾ ഒരു പരിധി വിട്ട് നമ്മൾ വിശ്വസിക്കണമായിരുന്നു. കാരണം പിന്നെ ബാക്കിയെല്ലാം എഡിറ്റിങ്ങിന് ചെന്നിട്ട് അത് നമ്മൾ ബാക്കി ഫയൽ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. സാറിൻ്റെ എല്ലാ സിനിമകളിലും ഒരു ലോഡ് അഭിനേതാക്കളുണ്ടാവും. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ മൾട്ടി സ്റ്റാർ സിനിമകൾ തന്നെയായിരുന്നു സാർ മിക്കതും ഒരുക്കിയത്. അപ്പം ഇത്രയും സ്റ്റാർസിന് ഒരു ഫ്രെയിമിൽ കൊണ്ടുവരുമ്പോൾ മോണിറ്റർ ഒന്നും ഇല്ലാതെ ഇവരെ എല്ലാവരും ഒരേ രീതിയിൽ നോക്കിക്കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നില്ലേ അന്നത്തെ കാലത്ത്? ടാസ്ക് ഞാൻ പറഞ്ഞു, അത് ഈ വർക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ അതെ നമ്മൾ പഠിച്ച പാഠം പിന്നെ നമുക്കത് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ച ഫ്രെയിം അതങ്ങ് നമ്മൾ അങ്ങോട്ട് വന്ന് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോഴും എപ്പോഴും. DNA ശേഷം ഇനി സാറിൻ്റെ പുതിയ പ്രൊജക്റ്റുകൾ ഇപ്പം IPSൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഡ്രീം പ്രൊജക്റ്റായിട്ട് സാറ് മനസ്സിൽ കാണുന്നൊരു സിനിമ ഏതാ? ഞാൻ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും പ്രോജക്റ്റ് തന്നെയാണ്. മമ്മൂക്കയുടെ പ്രോജക്റ്റ് ഒരു ഡ്രീം പ്രോജക്റ്റാണ്. മോഹൻലാലിൻ്റെ പ്രോജക്റ്റ് ഒരു എക്സ്ട്രാordinary ഡ്രീം പ്രോജക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, അതൊരു രണ്ട് പടവും ഞെട്ടിക്കുന്ന സിനിമ ആകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഇനിയിപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും മോശം വരാത്ത രീതിയിൽ അത് ഇപ്പോഴും ഞാനത് ഒരു കോൺഫിഡൻ്റ് ആണ്. ഒരിക്കലും എന്നെ വിശ്വസിച്ചിട്ട് പൈസ ഏൽപ്പിക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് നഷ്ടം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഈ പല പടങ്ങളിൽ ആവശ്യം ഇടിയും കോമഡിയൊക്കെ മിക്സ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കലും എൻ്റെ പടങ്ങൾ നല്ല പടം എന്ന് ഞാൻ പറയത്തേയില്ല. ഈ പറഞ്ഞാൽ ഇതൊരു ക്ലാസിക് ഫിലിമാണ് അല്ലെങ്കിൽ ഒരു മഹത്തായ പടം എന്ന് പറയത്തേയില്ല. ഒരു കൊമേഴ്ഷ്യൽ പടം, അതിൽ കൂടുതൽ എൻ്റെ പടത്തിൽ ഞാൻ മാർക്കിട്ടിട്ടേ ഇല്ല. അതാണ് എൻ്റെ പടങ്ങളുടെ കാര്യം. ഇപ്പം കോട്ടയം കുഞ്ഞച്ചനൊക്കെ പോലത്തെ വലിയ വിജയങ്ങൾ ഞങ്ങൾക്ക് എന്നും ആഘോഷിക്കാൻ പറ്റുന്ന ഒരുപിടി സിനിമകൾ സാറിന് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ ഇതും ഈശ്വരൻ സാറിന് തരട്ടെ. ഇത്രയും നേരം സഹകരിച്ചതിന് ഹൃദയം നിറഞ്ഞു നന്ദി. DNA ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ. സന്തോഷം, ഒത്തിരി സന്തോഷം. അതെല്ലാവരും DNA കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രേക്ഷകരോടും പറയണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കാണണം, അനുഗ്രഹിക്കണം എന്ന് പ്രത്യേകം പറയണം. താങ്ക് യു സാർ. ഓക്കെ.